ഈശോയുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഏറ്റവും കാതലായ സന്ദേശത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 17-ാമത്തെ വചനം. ഈശോ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ആദ്യം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. മത്തായി 4-ാം അധ്യായം 17-ാമത്തെ വചനം. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. ഈശോ ആദ്യം പറഞ്ഞ വാക്കെന്നാ? മാനസാന്തരപ്പെടാൻ. മാനസാന്തരപ്പെടാൻ എന്ന് പറഞ്ഞതിന് അർത്ഥം മാനസാന്തരപ്പെടുക അല്ലേ? മനസ്സിൻ്റെ അന്തരം, മാനസാന്തരപ്പെടുക. മനസ്സിന് മാറ്റം ഉണ്ടാക്കണമെന്ന്, മനസ്സ് മാറണമെന്ന്, നിങ്ങളുടെ മനസ്സ് നവീകരിക്കപ്പെടണമെന്നാണ് കർത്താവ് ശരിക്കും പറഞ്ഞേ. അതായത് ഇപ്പോൾ കൊണ്ട് നടക്കുന്ന മനസ്സുണ്ടല്ലോ, ചിന്താഗതികളുണ്ടല്ലോ, ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണമെന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈശോ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചപ്പോൾ പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ടായിരിക്കും നിങ്ങൾ കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം, ഈ മനസ്സ് നവീകരിക്കപ്പെടുമ്പോൾ എന്തിലേക്കാണ് നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടേണ്ടത്? 1 കൊറിന്തോസ് 2 അതിൻ്റെ ഒരു 15-ാമത്തെ വചനം ഒന്ന് വായിക്കാവോ? 15-ാമത്തെ വചനം. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവരാരുണ്ട്? പൗലോസ് ചോദിക്കുകയാണ്, കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവരാരുണ്ട്? അടുത്ത വചനം പറയുന്നതെന്നാ? പറ. ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഹല്ലേലൂയ. നമ്മളൊന്ന് ആലോചിച്ചേക്കുക. നമ്മൾ ഒരു വിഷയത്തിൽ നിൽക്കുമ്പോൾ, ഒരു അസ്വസ്ഥതയിൽ നിൽക്കുമ്പോൾ, ഒരു സഹനത്തിലൊക്കെ നിൽക്കുമ്പോൾ, ഒരു ജീവിതത്തിൻ്റെ അത്ര കണ്ട് നമ്മളെ ഭാരപ്പെടുത്തുന്ന ഒരു വിഷയത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചോദിക്കുന്നത്, ദൈവമേ, അച്ഛാ, കർത്താവിൻ്റെ മനസ്സെന്താ? അല്ലേ, കർത്താവിൻ്റെ ഹിതം എന്താ? കർത്താവിൻ്റെ പദ്ധതി എന്താ എന്നാൽ നമ്മൾ ആ വിഷയത്തിൽ ചോദിക്കുന്നത്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ദൈവഹിതം എന്താണെന്ന് അന്വേഷിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ കർത്താവിൻ്റെ മനസ്സറിയുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ മനസ്സറിയാവുന്ന ഒരാൾക്ക് ജീവിതത്തിൻ്റെ ഒരു വിഷയത്തിൻ്റെ മേതും കർത്താവിൻ്റെ മനസ്സ്, കർത്താവിൻ്റെ ആലോചന, കർത്താവിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ. നമുക്ക് ചില വിഷയങ്ങൾ ഇതിൽ ദൈവത്തിൻ്റെ ആലോചന എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണില്ലെങ്കിൽ അതിനർത്ഥം നമുക്ക് ആ വിഷയത്തിൻ്റെ മേലുള്ള കർത്താവിൻ്റെ മനസ്സറിഞ്ഞിട്ടില്ല. നമ്മൾ കടന്നു പോകുന്ന ഒരു പ്രശ്നത്തിൽ നമുക്ക്, അയ്യോ അച്ഛാ, ഇത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അച്ഛാ എന്നുള്ളൊരു, അച്ഛാ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛാ. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തതിൻ്റെ ഒരു കാരണം നമുക്ക് കർത്താവിൻ്റെ മനസ്സ് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ആ വിഷയത്തിൽ അല്ലേ, ആ വിഷയത്തിൽ കർത്താവിൻ്റെ മനസ്സറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കതങ്ങോട്ട് ചെയ്താൽ മതി അല്ലേ? കർത്താവ് എന്താ ഉദ്ദേശിക്കുന്നത് ചെയ്താൽ മതി. അപ്പം കർത്താവിൻ്റെ മനസ്സെനിക്ക് ആ വിഷയത്തിൻ്റെ മീതെ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മനസ്സിൽ തോന്നിയത് പറ, എൻ്റെ മനസ്സിൻ്റെ തോന്നൽ ഞാനങ്ങോട്ട് ചെയ്യും. അത് കൂടുതൽ അല്ലേ, എൻ്റെ മനസ്സിൻ്റെ തോന്നലിനനുസരിച്ച് പോയാൽ അത് കൂടുതൽ പ്രശ്നമാണ്. നിങ്ങൾ സുഭാഷിതങ്ങൾ നടത്തേ. സുഭാഷിതങ്ങൾ അതിൻ്റെ 14:16 ഒന്ന് വായിച്ചേ. 14:12. നിനക്ക് ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാകും. 14:12, 16:25 അത് തന്നെയാണ് പറയുന്നത്. ശരിയെന്ന് തോന്നുന്ന വഴി മരണത്തിലേക്ക് നയിക്കുന്നതാകാം. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ മനസ്സറിയത്തില്ലെങ്കിൽ ഒരു പ്രശ്നം എന്നറിയാമോ? നമുക്ക് തോന്നുന്ന വഴിയിലൂടെ നമ്മൾ പോകും. നമ്മൾ തോന്നുന്ന തീരുമാനം എടുക്കും. നമുക്കിത് തോന്നി, ഇതാണ് ശരിയെന്ന് തോന്നിയിട്ട് നമ്മളത് അങ്ങോട്ട് ചെയ്യും. ഹല്ലേലൂയ.
അത് വചനം പറയുന്നു. ഒരുപക്ഷെ നമ്മൾ മരണത്തിലേക്ക് വരെ നയിക്കുന്നതാകാം. അതായത് ഫിസിക്കൽ ഡെത്ത് അല്ല, ശരീരത്തിൻ്റെ മരണത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഒരു ആത്മീയ മരണത്തിലേക്കും മനസ്സിൻ്റെ മരവിപ്പിലേക്കൊക്കെ നയിക്കുന്ന വഴിയാകാം ഒരുപക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിനൊരു കാരണം, അടിസ്ഥാന കാരണം വചനം പറയുന്നത് നമുക്ക് കർത്താവിൻ്റെ മനസ്സറിയാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. പലതവണ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കർത്താവ് മാനസാന്തരപ്പെടുവൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്താണ്? പൗലോസ്ലീഹ പറഞ്ഞതിലേക്കാണ്. കർത്താവിൻ്റെ മനസ്സ് ഞങ്ങൾ അറിയുന്നു, അതിലേക്ക് മാനസാന്തരപ്പെടണം. എൻ്റെ മനസ്സിൽ ഇപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്, കുറേ ചിന്തകൾ കിടപ്പുണ്ട്, കുറേ കാര്യങ്ങൾ ഇതിനകം എൻ്റെ മനസ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഇന്നോളം കടന്നുപോയ ചില അനുഭവങ്ങൾ, ചില ദുരനുഭവങ്ങൾ, ചില സങ്കടങ്ങളുടെ ഓർമ്മകൾ, ചില മുറിവേറ്റ ഓർമ്മകൾ, തിക്താനുഭവങ്ങൾ, തിരസ്കരിക്കപ്പെട്ടത്, വഞ്ചിക്കപ്പെട്ടത്, മാറ്റി നിർത്തപ്പെട്ടത്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, സന്തോഷത്തിൻ്റെ ഒക്കെ ഓർമ്മകൾ എൻ്റെ മനസ്സിങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കടന്നുപോയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും ഒരു വിഷയത്തിൽ ഞാനൊരു തീരുമാനം എടുക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ഞാനൊരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മൈൻഡ് സെർച്ച് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് പോയിട്ട് ഇന്നലകളിൽ ഈ അനുഭവത്തിൽ ഞാൻ എന്താണ് തീരുമാനം എടുത്തത്, ആ തീരുമാനം തെറ്റിപ്പോയെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞെങ്കിൽ എന്നാൽ വേറെ തീരുമാനം എടുക്കാമെന്ന് വരും. ഇന്നലെങ്കിൽ ആ പ്രശ്നത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു, അതുകൊണ്ട് ഇങ്ങനെ തന്നെ തീരുമാനം എടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മനസ്സിങ്ങനെ ആലോചിക്കും, തിരിഞ്ഞിരിഞ്ഞ് നോക്കും. ഇന്നലകളിൽ വിഷമം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ വിഷമം പോകാൻ എന്ത് ചെയ്തു? ഇന്നലകളിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇന്നലെ രോഗം വന്നപ്പോൾ ഞാൻ എന്താ ചെയ്തേ? ഇന്നലെ എനിക്ക് ഉറക്കം കിട്ടാതെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ആരോ എന്തോ ഉറക്കം കിട്ടാതെ അസ്വസ്ഥ ഉണ്ടായപ്പോൾ അല്ലേ പ്രാർത്ഥിച്ച് വചനം എടുത്ത് വായിച്ചു അല്ലേ, കണ്ടോ? അപ്പോൾ എന്ത് സംഭവിച്ചു? ആ പ്രശ്നം അങ്ങോട്ട് മാറി. അപ്പോൾ വീണ്ടും എൻ്റെ രാത്രിയുടെ യാമങ്ങൾ ഉറക്കം പോയെന്ന് വിചാരിക്കും, അസ്വസ്ഥപ്പെട്ടു, മനസ്സ് വല്ലാതെ ഡിസ്റ്റർബ്ഡായി, ചില കാര്യങ്ങളെ പ്രതി എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. പിന്നലകളിൽ ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു, വചനം വായിച്ചു, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മനസ്സ് അസ്വസ്ഥമായെന്ന് എൻ്റെ മൈൻഡിൽ, എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അതിങ്ങനെ റിവൈൻഡ് ചെയ്യും, സെർച്ച് ചെയ്യും. സെർച്ച് ഓപ്ഷൻ കൊടുത്തേക്കോ ഇപ്പോൾ ഈ പ്രശ്നത്തിന് മുമ്പിൽ. അപ്പോൾ സെർച്ച് ചെയ്ത് പണ്ട് ഇങ്ങനെ വന്നപ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സംഭവിച്ചപ്പോൾ, കഴിഞ്ഞ മാസം ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഞാൻ കുറച്ച് നേരം മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചു, ബൈബിൾ എടുത്ത് വായിച്ചു, വചനം വായിച്ചു, പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ മനസ്സിൻ്റെ ആ ഭാരം അങ്ങോട്ട് മാറി, അസ്വസ്ഥത മാറി, സുഖമായിട്ട് കിടന്നുറങ്ങി. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് റൈറ്റ് റൂട്ട് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇത് മാത്രമാണ് റൈറ്റ് റൂട്ട് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇന്നലകളിൽ നമ്മൾ കടന്നു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിൽ കിടക്കുന്നത് കൊണ്ട്, ബോധ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്യുന്ന, സ്വാഭാവികമായി നമ്മൾ എടുക്കുന്ന ഒരു റിയാക്ഷൻ, ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ നമ്മൾ എന്ത് തീരുമാനമെടുത്തു, അതെങ്ങനെ നമുക്ക് പ്രയോജനകരമായി, അത് തന്നെയായിരിക്കും പലപ്പോഴും നമ്മൾ എടുക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ നാട്ടുകാരോട് ചോദിക്കും, അറിവുള്ളവരോട് ചോദിക്കും, അല്ലെങ്കിൽ അങ്ങനെ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോൾ ആ അനുഭവത്തിൽ അവരെങ്ങനെ പുറത്തു വന്നു എന്ന് അവർ പറഞ്ഞിട്ടുള്ള കേട്ടുകേൾവി നമ്മളിലുണ്ടെങ്കിൽ, ഈ നമ്മുടെ ഈ തമിഴ്നാട്ടിൽ അവിടെ ഈ എല്ലാം കുടിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. എന്നാ ആ സ്ഥലത്തിൻ്റെ പേരെന്നാ? അസലാം പെട്ട്. ഞാൻ പോയതാണ്, അതുകൊണ്ട് എനിക്കറിയാം. എൻ്റെ നടുവിൻ്റെ ഡിസ്കിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ വന്ന സമയത്ത് എന്നെ ഇവിടെ നിന്ന് ഒരു ഫാമിലി ഈ ഉസലാം വെട്ടിക്ക് കൊണ്ടുപോയതാണ്, അവരുടെ വണ്ടിക്ക് തന്നെ എന്നെ കൊണ്ടുപോയതാണ്. പക്ഷെ അവിടെ കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ 3-4 പേര് ഇതിനു മുമ്പ് ഞങ്ങൾ കൊണ്ടുപോയവർ, ഒടിഞ്ഞൊക്കെ വീണിട്ട് ഒടിഞ്ഞ് നുറുങ്ങിയതൊക്കെ കൊണ്ടുപോയവർ അവരവിടെ കൊണ്ടുപോയി, വളരെ പെട്ടെന്ന് വലിയ കാശുമില്ല, എന്തെങ്കിലും കൊടുത്താൽ മതി, അവർ നന്നായിട്ട് ഹീൽ ചെയ്ത് എല്ലാം സുഖമായിട്ട് നടക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ പെട്ടെന്ന് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞപ്പോൾ അവർ ആദ്യം പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് അങ്ങോട്ട്, അവർ അന്ന് പറഞ്ഞാണ് 8-10 വർഷമായി, 10-12 വർഷം മുമ്പ്, നമുക്ക് ഉസ്ലാം വെട്ടിക്ക് പോകാൻ അത് ഉറപ്പായിട്ട് അച്ഛന് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല. അപ്പോൾ അവരേതായാലും അത്ര നിർബന്ധിച്ചല്ലേ പോയേക്കാന്ന് കരുതി, ഏതായാലും ഫ്രീ ആയിട്ട് ഉസ്ലാം വെട്ടിയൊക്കെ കാണാമല്ലോ നമുക്ക്, ട്രിപ്പ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാനിവരോട്, നല്ല വണ്ടിയായിരുന്നു, നല്ല വാഹനമായിരുന്നു, സുഖമായിട്ട് അവിടെ യാത്ര ചെയ്ത് കൊണ്ടുപോയി ഈ നടുവൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പഴകിയ കേസാണ്, ഫ്രഷ് വെള്ളം ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഇപ്പോൾ ഫ്രഷായിട്ട് കൊണ്ടുവരാൻ പറ്റിയല്ലോ, ഇത് പഴകിയതാ, ഒടിഞ്ഞു നുറുങ്ങിയതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അത് കൃത്യമായിട്ട് ചെയ്യും. അവർ നല്ല ഒരു കുറേ ഇല്ലി മുളയൊക്കെ വെച്ചിട്ടുണ്ട്, ഏത് എല്ലൊടിഞ്ഞാലും അതിൻ്റെ ഭാഗത്തിന് ഷെയ്പ്പ് ചെയ്ത് ഇങ്ങനെ ചെറുത് വലിയ മുള വരെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഫുൾ ഒടിഞ്ഞിട്ടൊക്കെ വരുവാണെങ്കിൽ വട്ടം കെട്ടിവിടാനായിരിക്കും, മുഴുവൻ ഒടിഞ്ഞിട്ട് ആരെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ വലിയ മുളയൊക്കെ വെച്ചിട്ടുണ്ട് കെട്ടിവിടാനായിട്ട്.
ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ എൻ്റെ ഈ കാര്യം പറഞ്ഞപ്പോൾ പുള്ളിയുടെ മനസ്സ് സെർച്ച് ചെയ്തിട്ട് പുള്ളി ഇന്നലകളിൽ കൊണ്ടുപോയ കുറേ പേരുടെ കാര്യങ്ങൾ, അവർക്ക് സൗഖ്യം കിട്ടിയ വിഷയങ്ങളാണ് മനസ്സിൽ കിടക്കുന്നത്. അതിപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, മനസ്സിലായി. അപ്പോൾ അതിന് പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്ന അങ്ങനെ ഒരു വിഷയത്തിനാണ്. അപ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കിടപ്പുണ്ട്. അതിനനുസരിച്ചാണ് നമ്മുടെ അനുഭവം, അനേകരുടെ അനുഭവം. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് നമ്മൾ പലപ്പോഴും ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്, ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് എടുത്തിയാടി തീരുമാനമെടുത്തെന്നൊക്കെ പിന്നീട് പറയുന്നത്. അയ്യോ എടുത്തിയാടി തീരുമാനമെടുത്ത്, അത് വേണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ല. അതിന് കാരണം എന്താണെന്നറിയാമോ? നമ്മളപ്പോൾ നമ്മുടെ മനസ്സ് പറയുന്ന പോലെ പോയേ. അവിടെ നമ്മൾ കർത്താവിൻ്റെ മനസ്സെന്തെന്ന് നമ്മൾ അതിനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. സമയം കിട്ടിയില്ലെന്നല്ല, നമ്മൾ ഈ വെപ്രാളത്തിലായതുകൊണ്ടേ, നമ്മൾ അത്ര കണ്ട് ഡിസ്റ്റർബ്ഡ് ആയതുകൊണ്ടേ, സമയം പരിമിതമായതുകൊണ്ടേ, പിന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാൻ പോയില്ല. പെട്ടെന്ന് ആരോ പറഞ്ഞു, ഒന്ന് വേഗം പോരെ, നഴ്സിങ്ങിന് പൊക്കോ, അവിടെ ഉണ്ട് ചാൻസ്. ആന്ധ്രാപ്രദേശിൽ അങ്ങാണ്ട് ഒരു കോളേജിൽ നഴ്സിങ്ങിന് അഡ്മിഷൻ ഉണ്ട്. കാരണം ബാക്കി എല്ലാ അഡ്മിഷനും തീർന്നു. നാട്ടിൽ കിട്ടുമെന്ന് വിചാരിച്ച് നോക്കിയിരുന്നിട്ട് അവർക്ക് നാട്ടിൽ കിട്ടിയില്ല. അപ്പോൾ പറഞ്ഞു ആന്ധ്രാപ്രദേശിൽ എവിടെ ഒരു കോളേജ് ഉണ്ട്, അവിടെ അഡ്മിഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അഡ്മിഷനൊക്കെ എടുത്ത് ജോയിൻ ചെയ്ത് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവർക്ക് അക്രഡിഷനൊന്നുമില്ല. അതായത് അതൊന്നും ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ബന്ധവുമില്ല. 2 വർഷം പഠിച്ചത് പാഴായിപ്പോയി. എന്നെ ചെയ്യാൻ പറ്റുമോ? ആ കൊച്ചൻ്റെ ലൈഫ് 2 വർഷം പോയി പെട്ടെന്ന്. അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത്, അപ്പോൾ അയ്യോ അത് വേണ്ടായിരുന്നു, ഇച്ചിരി ആലോചിച്ച് തീരുമാനം എടുത്താൽ മതിയായിരുന്നു, ഒന്ന് ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് മതിയായിരുന്നു എന്ന് നമ്മൾ പറയും. അതായത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് എടുത്തു കയറി തീരുമാനം എടുക്കും. അതിന് കാരണം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പലരിലൂടെ കേട്ടതും മനസ്സിലാക്കിയതൊക്കെ കിടപ്പുണ്ട്. അതിനനുസരിച്ചാണ് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ തീരുമാനമെടുക്കുന്നത്. അത് എപ്പോഴും തെറ്റിപ്പോകുമെന്നല്ല ഞാൻ പറയുന്നത്, ചില സമയങ്ങളിൽ അത് തെറ്റിപ്പോകാം. ഹല്ലേലൂയ. അത് കൂടുതൽ നമ്മൾ നിരാശയിലേക്കും ആത്മീയ മരണത്തിലേക്കും ആത്മീയ ജീവിതത്തിൻ്റെ അപകടത്തിലേക്കൊക്കെ തള്ളിയിടാനുള്ള സാധ്യതയുണ്ട്. അതിന് പകരം ഒരിക്കലും നമ്മുടെ ആത്മീയ ജീവിതം അപകടത്തിലാകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു വിഷയം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ആ വിഷയത്തിൻ്റെ മേലുള്ള കർത്താവിൻ്റെ മനസ്സെന്താണ്, നമ്മൾ എന്താണ് ഈ വിഷയത്തിൽ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അതിന് നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടണം. ഈ പഴഞ്ചൻ മനസ്സും ഇന്നലകളിൽ ഇങ്ങനെ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യ ബുദ്ധിയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഇതെല്ലാം കിടക്കുന്ന മനസ്സുകൊണ്ട് ഒരു തീരുമാനം എടുത്താൽ ശരിയാവോ? പറ. നിരാശപ്പെട്ടും ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ദേഷ്യപ്പെട്ടും വെറുപ്പും വിദ്വേഷവും പകയും വൈരാഗ്യ ബുദ്ധിയും അഹങ്കാരവും അസൂയയും സ്വാർത്ഥതയൊക്കെ ഉള്ള ഒരു മനസ്സുകൊണ്ട് ഒരു തീരുമാനമെടുത്താൽ അത് എത്രമാത്രം ശരിയാകും? അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആന്തരിക സൗഖ്യത്തിൻ്റെ ക്ലാസ്സൊക്കെ എടുക്കുന്ന നമ്മൾ പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ തീരുമാനം എടുക്കരുത്, ഒരു തീരുമാനം എടുക്കരുത്. അതൊക്കെ ഒന്ന് ശാന്തമായിട്ട് തീരുമാനം എടുക്കുക. നിങ്ങൾ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കരുത് എന്നും പറയും. കാരണം എന്താ? ഈ ദേഷ്യം മുഴുവനും കുഞ്ഞിന് കൊടുക്കുക. ഈ കെട്ടിയാണ് അമ്മായിമ്മയുള്ള ദേഷ്യം കൊണ്ടു വെച്ചിട്ട് കുടിച്ചോ അങ്ങോട്ട് കൊടുക്കുക. അപ്പോഴേക്കും ഈ ദേഷ്യം മുഴുവനും ആ കുഞ്ഞിന് കൊടുക്കുക. ചില കാര്യങ്ങൾ ദേഷ്യത്തിൽ ചെയ്യരുതെന്ന് പറയുന്ന കാരണം നമുക്കപ്പോൾ തീരുമാനമെടുക്കാൻ പറ്റുന്നൊരു മനസ്സല്ല. ഹല്ലേലൂയ. നമ്മുടെ മനസ്സ് തീരുമാനമെടുക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചുള്ള വിഷയങ്ങളിൽ, സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യം എന്താണ്? നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്കും ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നവരായി നിങ്ങൾ മാറുവിൻ. ഹല്ലേലൂയ. അപ്പം അതിന് നമ്മുടെ മനസ്സ് പല മേഖലകളിൽ നവീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇത് പറയുന്നത് എന്തിനാണെന്നറിയോ? മനസ്സ് നവീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്ക് അനുദിനം ഉണ്ടാവും. അപ്പോഴൊക്കെ ആ വിഷയത്തിൽ മനസ്സ് തളരാതെ, സങ്കടപ്പെടാതെ, ദുഃഖത്തിലേക്കും ഭയത്തിലേക്കും ആകുലതകളിലേക്കും ഒന്നും വീണു പോകാതെ നമുക്ക് ആ വിഷയത്തിൻ്റെ മേൽ ഇങ്ങനെ സഞ്ചരിച്ച് മുന്നോട്ട് പോകാൻ പറ്റണമെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മൾ അറിയണം. അവൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിനോട് ചേർത്ത് നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടണം. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മനസ്സായി നമ്മുടെ മനസ്സ് മാറണം, അല്ലെങ്കിൽ അവൻ്റെ മനോഭാവത്തിലേക്ക് നമ്മൾ വളരണം. ഹല്ലേലൂയ.
നിങ്ങൾ ഒന്ന് രണ്ട് വചനഭാഗങ്ങൾ എടുക്കുക, നല്ലതാണ്. ഏതെല്ലാം മേഖലകളിൽ നമ്മുടെയൊക്കെ മനസ്സ് നവീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് വചനത്തിൽ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം നടത്തുക. 12:2 ഒന്ന് വായിച്ച്. 12:2. എല്ലാവരും എടുക്കണേ. ബൈബിൾ ഉള്ളവരെല്ലാവരും എടുക്കണം. എന്ന് കരുതി ബൈബിൾ ഇല്ലാത്തവരിരുന്ന് ഉറങ്ങിയേക്കരുത്. എന്നാൽ ബൈബിളൊന്നുമില്ല, എന്നാൽ പിന്നെ ഉറങ്ങിയേക്കാം. ഇത് കേട്ട് കഴിഞ്ഞാലേ നിങ്ങൾക്ക് സൗഖ്യം കിട്ടുകയുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവും. ധൈര്യം മാത്രമല്ല, നിങ്ങൾക്ക് ആനന്ദം ഉണ്ടാവും. കാരണം ഇതൊരു പ്രകാശം, ഇതൊരു വെളിച്ചമാണ്. ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നത് ഒരു വെളിച്ചമാണ്. ആ വെളിച്ചം കിട്ടിയാലുണ്ടല്ലോ പിന്നെ നമ്മുടെ മുഖത്തൊക്കെ നല്ല പ്രകാശമായിരിക്കും. ഇപ്പം എൻ്റെ മുഖത്ത് പ്രകാശം ലൈറ്റൊക്കെ വെച്ചേക്കുന്നതുകൊണ്ടാണ്. ആ പ്രകാശത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നവൻ ആ അനുഭവത്തിൽ ഒരാളായിരിക്കുമ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പ്രശ്നങ്ങൾ വരുന്നു, സഹനങ്ങളുണ്ടാകുന്നു, വിഷമങ്ങളുണ്ടാകുന്നു, പ്രതിസന്ധികളുണ്ടാകുന്നു. അപ്പോഴും നമ്മൾ ആ വിഷയത്തെ ക്രിസ്തുവിൻ്റെ മനസ്സെന്താണെന്ന് അറിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നല്ല രസമാണ് അത്. ഹല്ലേലൂയ. നല്ല രസമാണ്. ഈ പാമ്പും കോണിയെ കളിക്കുന്ന കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഈ പാമ്പും ഏണിയെ കളിക്കുന്നത് ഇങ്ങനെ കളിച്ച് പോകുമ്പോൾ ഒരു ഏണി വരും. ഏണി കയറി കുറച്ച് കളിച്ച് വരും, പാമ്പിൻ്റെ വായ വരും, നമ്മുടെ താഴേക്ക് വരും. പിന്നെയും കളിച്ച് വരും, അതുകൊണ്ട് വലിയൊരു ഏണി വരും. കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി കളിച്ച് അവസാനം 99 കൊണ്ടുപോയി പാമ്പിനെ വെച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? ഇമാതിരി 100 കിട്ടിയാൽ ഓക്കെയാണ്. 99 കൊണ്ടുപോയി പാമ്പിനെ വെച്ചിട്ടുണ്ട്. ആ പാമ്പിൻ്റെ വായിൽ എങ്ങനെയെങ്കിലും വന്നു പെടും നമ്മൾ. അപ്പോൾ തിരിച്ച് അത് പോകുന്നതാണെങ്കിൽ ഈ 5ലേക്ക് 6ലേക്ക് അങ്ങാണ്ടാണ് വരുന്നത്. ഏറ്റവും താഴേക്ക് വരുന്നത്. പിന്നെ 1 തുടങ്ങണം എന്ന് പറയുന്ന പോലെ. പക്ഷെ നമ്മളത് എൻജോയ് ചെയ്യുമല്ലേ? നമ്മൾ ആ ഗെയിം എൻജോയ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ അവിടെയൊക്കെ കർത്താവിൻ്റെ മനസ്സറിഞ്ഞ ഒരു ദൈവ പൈതൽ ജീവിതം തന്നെ ആസ്വാദ്യകരമാക്കി മാറ്റും. ജീവിതത്തിൻ്റെ കയറ്റവും ജീവിതത്തിൻ്റെ ഇറക്കവും ഒക്കെ ഒരു ആനന്ദകരമായ അനുഭവമായിട്ട് മാറും. കാരണം എന്താ? അവൻ ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എഴുതിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജയിലിൽ കിടന്ന പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എഴുതുന്നത്. എന്നിട്ട് പൗലോസ്ലീഹ പറയുന്നത് തന്നെ, ഞാൻ നിങ്ങളോട് പറയുന്നു, സന്തോഷിക്കുവിൻ, ആനന്ദിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ആനന്ദിക്കുവിൻ. ജയിലിൽ കിടക്കുന്ന ഒരു ആനന്ദമായിട്ട് ആര് മാറ്റി? പൗലോസ്ലീഹ മാറ്റി. കാരണം എന്താ? ക്രിസ്തുവിൻ്റെ മനസ്സിന് അത്. കാരണം കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് അല്ല ഈ ജയിലിൽ കിടക്കുമ്പോൾ നിരാശയിൽ കിടക്കണമെന്ന്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ, ജയിലറയുടെ നടുവിൽ കിടക്കുമ്പോൾ, പുറത്തു വരാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ അവിടെ കിടന്ന് ഞാൻ നിരാശപ്പെടണമെന്നുള്ളത് കർത്താവിൻ്റെ മനസ്സല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കണ്ടോ? ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ആ അനുഭവം മുഴുവനും ഭയങ്കര നിരാശയും വേദനയും വിഷമവും പരാതിയും പിറുപിറുപ്പും. എന്നാൽ എന്നെ കൊണ്ടൊന്ന് ജയിലിലിട്ടില്ലേ, എന്നെ മാത്രം ജയിലിലിട്ടില്ലേ, എനിക്ക് മാത്രം ഈ അനുഭവം തന്നില്ലേ, എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ ആയല്ലോ. കേട്ടിട്ടില്ല? നിങ്ങളിതൊന്നും കേൾക്കുകയല്ല. ഇതെല്ലാം ഞാനാ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഹല്ലേലൂയ. ഇത് പറയുന്ന കാരണം എന്താ പറയുക? ആ അനുഭവത്തിൽ ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ആ അനുഭവത്തിൽ ക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞിട്ടില്ല. അതുകൊണ്ടെന്താ? ആ അനുഭവം എനിക്ക് വല്ലാത്ത ഭാരമാണ്. കാരണം എൻ്റെ മനസ്സ് അവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മനസ്സുണ്ട്. എന്നാലും തള്ള, എന്നാലും കെട്ടിയോൻ, എന്നാലും മക്കൾ, എന്നാലും അയലൊക്കെക്കാർ, നാട്ടുകാർ, സകല നമ്മുടെ ഈ സിസ്റ്റം മുഴുവൻ ഓർമ്മകൾ ഇങ്ങനെ കിടക്കുമല്ലേ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അല്ലാതെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു പ്രശ്നത്തിൻ്റെ മേൽ കർത്താവിൻ്റെ മനസ്സറിയാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പം ഇവിടെ കിട്ടിയോ? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വചനം ഉറക്കെ വായിക്കണേ. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരപ്പെടുവിൻ. രൂപാന്തരപ്പെടുവിൻ. അങ്ങനെ മനസ്സിൻ്റെ നവീകരണം വഴി. ഇവിടെ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. അവിടെ മനസ്സ് നവീകരിക്കപ്പെടണമെന്ന് പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? ഈ ലോകത്തോട് അനുരൂപപ്പെട്ട മനസ്സ് നവീകരിക്കപ്പെടേണ്ടതുണ്ട്. അതാ പറയുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തോട് അനുരൂപപ്പെട്ടാണ് നമ്മുടെ മനസ്സ് കിടക്കുന്നത്.
നിരന്തരം നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളും മനസ്സിൻ്റെ ആലോചനകളും മനസ്സിൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഈ ലോകവുമായി ബന്ധപ്പെട്ട് മാത്രമാണെങ്കിൽ ആ മനസ്സ് നവീകരിക്കപ്പെടണം. അല്ലാതെ ഉന്നതത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കും? കർത്താവിൻ്റെ മനസ്സറിയാൻ എങ്ങനെ ആഗ്രഹം ഉണ്ടാവും? ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ തന്നെ ഈ കൺവെൻഷൻ വന്നു, കൺവെൻഷൻ അങ്ങനെയുള്ള കൺവെൻഷൻ വരികയല്ല, എന്നാലും പിന്നെ നിർബന്ധം കൊണ്ട് വന്നു വിചാരിക്കും. വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ തന്നെ ഓടുക, എങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു? അയ്യോ സീരിയലിൻ്റെ സമയമായി, അയ്യോ അയ്യോ ഇന്ന് അവൾക്ക് എന്ത് സംഭവിച്ചു കാണും, അയ്യോ അവരെന്ത് സംഭവിച്ചു കാണും. ചിലർ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല, ഇവിടെ വീടും പരിസരവും ഒന്നും ഞാൻ ഒട്ടും പറയുന്നില്ല, അത് ഞാൻ ഇടി മേടിക്കേണ്ടി വരും. അതുകൊണ്ട് അപ്പോൾ ഒരു സായാഹ്നത്തിൽ ഒരു വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോയതാണ്, ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയതാണ്. സായാഹ്നങ്ങളിലുള്ള പ്രാർത്ഥനകൾ അതുകൊണ്ട് അവസാനിപ്പിച്ചു, നോക്കിയും കണ്ടൊക്കെ പോകുള്ളൂ. അവിടെ ചെന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് വൈകിട്ട് ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു 4-5 ഇടയ്ക്ക് വരും. അപ്പോഴായിരുന്നു നമ്മുടെ ഈ ധ്യാനം നടക്കും. അപ്പോൾ ധ്യാനത്തിൻ്റെ ക്ലാസ്സിൻ്റെ ഗ്യാപ്പ് അതാണ്. ഇപ്പോൾ 4-5 ഇടയ്ക്കും പോയിട്ട് തിരിച്ചു വരാൻ അത്ര അകലത്തിലാണ് വീടെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്, അത്രയും മനസ്സിലായല്ലോ. അതൊക്കെ നിങ്ങൾ ആലോചിക്കാൻ കഴിവുള്ളവരാണ്. നിങ്ങളുടെ മനസ്സ് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. കുനിഷ്ഠ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ മനസ്സ് പെട്ടെന്ന് നിങ്ങളൊക്കെ ചിലവരതിന് പ്രത്യേക കഴിവുള്ളവരാണ്. അപ്പോൾ ഞാൻ 4-5 ഇടയ്ക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ധ്യാനക്കാരെ കണ്ടിരുന്ന്. അപ്പോൾ പിന്നെ അടുത്ത സെഷൻ 5 മണിക്ക് കയറണം. അത് കഴിഞ്ഞ് 6:30 ആയപ്പോൾ ഫ്രീ ആയി. അപ്പോൾ കാരിശം കയറി. പിന്നെ ആ കാരിച്ചൻ 7:45 ആരാധനയ്ക്ക് ഇറങ്ങും. അപ്പോൾ 1 മണിക്കൂർ ഗ്യാപ്പുണ്ട്. ഞാൻ പിന്നെ ആ ഗ്യാപ്പിൽ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്ന് ഭാര്യയും ഭർത്താവ് മാത്രമേ ഉള്ളൂ, ചേട്ടനും ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനവിടെ ചെന്ന് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പ്രാർത്ഥിച്ച് പോരാന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്നു. എന്നൊക്കെ എൻ്റെ വിശേഷം. അപ്പോഴേക്കും ചേട്ടൻ ചോദിച്ചു, അച്ഛാ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഏതായാലും നമ്മൾ ക്ഷീണിച്ചിരിക്കുക. അപ്പോൾ ഞാൻ അതിനിപ്പോൾ എന്നാ ചായ എടുത്തോ? അപ്പോഴേക്കും പുള്ളിക്കാരൻ ഭാര്യയോട് പറഞ്ഞു, എടി അച്ഛനൊരു ചായ എടുക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും പിന്നെ നമ്മൾ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഒരു ചായയാണോ കാപ്പിയാണോ കടുപ്പത്തിലാണോ നമ്മൾ അങ്ങോട്ട് പോയി നോക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിഷയങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ ആ വിഷയമൊക്കെ വെച്ച് ഒന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കണം, അത്രേ ഉള്ളൂ അവരുടെ ഒരു ഉദ്ദേശം. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നാളായിട്ട് പറയുന്നല്ലേ എന്ന് കരുതി ചെന്നാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം അങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിച്ച് ഇൻട്രൊഡക്ഷനൊക്കെ തീരാറായപ്പോഴേക്കും പുള്ളിക്കാരത്തി പെട്ടെന്ന് ചായ ഇടുന്നു. എനിക്കൊന്ന് ചേട്ടത്തി ചായ തിളപ്പിച്ച് വെച്ചിരുന്നു തോന്നുന്നു. നേരത്തെ വരും എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് ചൂടാക്കി എടുത്തതായിരിക്കണം, പുതിയ ചായ ഒന്നുമല്ല ഇട്ടത്. നേരത്തെ അതെല്ലാം ഉണ്ടാക്കി വെച്ചാൽ അതൊന്നും കൂടി ഒന്ന് എവിടെയെങ്കിലുമൊക്കെ വെച്ച് പെട്ടെന്നൊന്ന് ചൂടാക്കി അങ്ങോട്ട് എടുത്ത് അങ്ങനെ ആ ചായ കൊണ്ടും തന്നു. ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഈ സമയം 7 മണിയൊക്കെ ആകാറായി. ഞാൻ ഈ ഭർത്താവായിട്ട് സൈഡിലിരുന്ന് സോഫയിലിരുന്ന് ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട്. പുള്ളിക്കാരത്തെ അടുക്കളയിൽ തന്നെ നിൽപ്പുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. ഞാനങ്ങനെ പുള്ളിയുടെ നമ്മളിങ്ങനെ ഒരാളുടെ ഫേസിലേക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് 3-4 ചേട്ടന്മാർ എഴുന്നേറ്റ് പോയപ്പോൾ നിങ്ങളെല്ലാം കൂടി അങ്ങോട്ട് പോയില്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി നിങ്ങളെല്ലാം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കഞ്ഞി സാധനമൊക്കെ എടുത്ത് വയ്ക്കാൻ പോയത്, നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള കഞ്ഞിയൊക്കെ എടുത്ത് വയ്ക്കാൻ പോയതാണ്. അപ്പോൾ എന്ന് പറയുന്നത് ഞാൻ ഈ ചേട്ടനായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ചേട്ടൻ അങ്ങോട്ടൊന്ന് ഈ ചേച്ചി അവിടെ നിന്ന് കയ്യും കാലും കോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വല്ല ബിസ്ക്കറ്റോ ചിപ്സോ ഒക്കെ അച്ഛന് വേണോ, എങ്കിൽ അച്ഛന് വേറെ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കാനൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഇനിയിപ്പോൾ ഭക്ഷണത്തിന് അച്ഛൻ ഉണ്ടാവും, ഇവർക്കൊരു ആശങ്കയാണല്ലോ, ഒരു ടെൻഷൻ വരുമല്ലോ. എന്ത് അച്ഛനൊരു ഭക്ഷണത്തിനൊക്കെ ഉണ്ടോ? ഇപ്പം തന്നെ 7 മണി സമയം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ പുള്ളി ഭക്ഷണം കഴിച്ചിട്ടേ പോകുള്ളൂ, ഒന്നും പ്രിപ്പയർ ചെയ്തിട്ട് ചായക്കേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് താണ്ടെ 7:30 ആയപ്പോഴാണ് വന്ന് കയറിയേക്കുന്നത്. കുറച്ച് ചായയും കുറച്ച് കപ്പുറത്തും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പുള്ളി 7:30 ആയി പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഒരാശങ്ക സ്വാഭാവികമായിട്ട് കാണും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും അങ്ങോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി പയ്യ ഞാൻ പുള്ളിക്കാർ അടുക്കളയിലേക്ക്. അപ്പോഴേക്കും കെട്ടിയവൻ എൻ്റെ അടുത്തേക്ക് ചേർന്നിട്ടുണ്ട്. അച്ഛൻ പ്രാർത്ഥിക്കാൻ വന്നതല്ലേ? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സംശയമുണ്ടോ? പ്രാർത്ഥിക്കാൻ നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നേ, ഒന്ന് വേഗം പ്രാർത്ഥിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. ചോദിച്ചാൽ എന്നാ പറ്റി? അച്ഛൻ കണ്ടില്ലായിരുന്നോ? ഞാൻ ചോദിച്ചു അപ്പോൾ എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. പുള്ളിക്കാരത്തി ഇങ്ങനെ അത് കാണിക്കുന്നത് അച്ഛൻ കണ്ടില്ലായിരുന്നോ? കണ്ടായിരുന്നു. അത് മനസ്സിലായോ? നിങ്ങൾ തമ്മിലുള്ള ആംഗ്യഭാഷ മനസ്സിലാക്കാനുള്ള ഇത് എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ തമ്മിലാണല്ലോ ആ ഒരു കോമ്പിനേഷൻ. അതുകൊണ്ട് അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ എന്തെങ്കിലും അല്ല കാര്യത്തിന് എന്തെങ്കിലും കാണിക്കാൻ നമുക്കത് മനസ്സിലാവും. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഹൃദയം ആയിക്കൊള്ളുന്നുണ്ട്. അച്ഛനിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വെള്ളമില്ലെങ്കിൽ ആ വെള്ളം കൊണ്ട് അത് നമുക്കറിയാലോ. പിന്നെ എനിക്ക് മനസ്സിലായില്ല. അതേ പുള്ളിക്കാരത്തി പറഞ്ഞ എന്നാണെന്നറിയാവോ? പുള്ളിക്കാരത്തി ഒരു 6:30 ആകുമ്പോൾ അങ്ങോട്ട് സീരിയൽ തുടങ്ങും. അതങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ 9 മണി വരെ ഒറ്റ ഇരിപ്പാണ്. 7 മണിക്ക് അങ്ങാണ്ട് ഇച്ചിരി കട്ടി കൂടിയ സീരിയലുണ്ട്, പേരൊന്നും എനിക്ക് സസ്നെ എന്നാ
പരസ്പരം അങ്ങനെ കണ്ടായിരുന്നു ആ സമയത്ത്. പരസ്പരം അത് എത്ര മണിക്കായിരുന്നു? എത്ര മണിക്ക്? അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു സീരിയലൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോഴേക്കും ഈ പുള്ളിക്കാരത്തി പറഞ്ഞതാണ്, അച്ഛനെ വേഗം പ്രാർത്ഥിപ്പിച്ചിട്ട് വിടുന്നുണ്ടോ? ഈ ടീമിനെ പ്രാർത്ഥിക്കാൻ വന്നാണ്, പ്രാർത്ഥിച്ചിട്ട് വേഗം വിടാം. പുള്ളിക്കാരത്തിക്ക് അങ്ങോട്ട് വെരുക്ക് പിടിച്ചു പോലെ പുള്ളിക്കാരത്തി കിച്ചണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. കാരണം ഈ പുള്ളി 7 കാലഘട്ടമൊന്നും ഇവിടെ നിന്ന് അനങ്ങുന്ന പോലും ഇല്ല, ചുമ്മാ ഇരിക്കും അവിടെ. ഇത് പോയിട്ട് വേണം പുള്ളിക്കാരത്തിക്ക് ഒന്ന് TV കാണാനായിട്ട്. ചെയ്യണം അച്ഛാ വേഗം നോക്കാം. അപ്പോൾ ഞാൻ പിന്നെ പയ്യ അതെ എനിക്ക് പോയിട്ട് ഇച്ചിരി തിരക്കൊക്കെ ഉണ്ട്, എന്നാൽ ഒന്ന് നമുക്ക് പ്രാർത്ഥിച്ചാലോ? അപ്പോൾ ചേച്ചി ഓടിയാ വരുന്നത്. ഞാൻ നോക്കി പോയി ഓടി അങ്ങോട്ട് വന്ന് ഞാൻ വേഗം പിന്നെ അധിക സമയം കളഞ്ഞില്ല. പ്രാർത്ഥനയുടെ ദൈർഘ്യമൊക്കെ വളരെ കുറച്ച് മിതമായ രീതിയിൽ പെട്ടെന്ന് പ്രാർത്ഥിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ അവിടെ മറ്റേ സീരിയലിൻ്റെ സ്വരം കേൾക്കാം. ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുള്ളിക്കാരത്തി TV ഓണാക്കി. ഞാൻ പുറത്തേക്ക് അതായത് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ ചേട്ടനോട് പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് 2 സ്റ്റെപ്പ് വന്നപ്പോഴേ വണ്ടിയുടെ അടുത്തേക്ക് വന്നത് പുള്ളിക്കാരത്തി TV ഓണാക്കി ഇരുന്നു. പുള്ളി പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഒരു രക്ഷയില്ല, അച്ഛൻ ഇനി എങ്ങാൻ പേഴ്സണലി കിട്ടുവാണെങ്കിൽ അച്ഛൻ ഇത് മാത്രം ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ്. മുഴുവൻ സമയം സീരിയൽ ഇത് ഈ സമയത്ത് വേറെ ഒരു പരിപാടി. അച്ഛനറിയാവോ, ഞങ്ങൾ 2 പേര് ഇപ്പോൾ ഉള്ളൂ, പിള്ളേരൊക്കെ മാറിയാണ്. ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നത് 9:30 മണിയാവും. എല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്ത് ഈ സീരിയലെല്ലാം കഴിഞ്ഞിട്ടേ സന്ധ്യാപ്രാർത്ഥന ഉള്ളൂ. ആ സീരിയൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരത്തിയുടെ മൂഡ് മാറിയിരിക്കും. അതായത് ആ സീരിയലിനനുസരിച്ച് മൂഡ് മാറും. അന്ന് സംഭവമൊക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ സംഭവത്തിനനുസരിച്ച് കംപ്ലീറ്റ് മൂഡ് പോകും. കംപ്ലീറ്റ് അലമ്പായിരുന്നെങ്കിൽ കംപ്ലീറ്റ് പുള്ളിക്കാരത്തി മൂഡ് ഔട്ടോ. സീരിയൽ അല്ല എന്തെങ്കിലും ട്രാജഡി വല്ലാണെങ്കിൽ പുള്ളിക്കാരത്തി മൂഡ് ഔട്ടോ. അപ്പം അതിൻ്റെ പേരിലൊക്കെ അസ്വസ്ഥ. ഇതെല്ലാം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയിൽ ഇത് മുഴുവൻ സമയം പുള്ളിക്കാരത്തി ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പകൽ ജോലിക്ക് പോകുമ്പോൾ വീണ്ടും 10 മണിയാകുമ്പോൾ വീണ്ടും ഇതിൻ്റെ റിപ്പീറ്റ് ഉണ്ട്. ഉണ്ടോ? ഉണ്ടെന്നാ പുള്ളി അന്ന് പറഞ്ഞത്. ഇപ്പം അതുകൊണ്ടോന്ന് എനിക്കറിയില്ല. കൊറോണയൊക്കെ വന്നപ്പോൾ അതൊക്കെ മാറിയോന്ന് എനിക്കറിയില്ല. അതിൻ്റെ റിപ്പീറ്റ്, അതായത് ഇന്നലെ കഴിഞ്ഞ സാധനം വീണ്ടും ഇന്നലെ എങ്ങാൻ കാണാൻ പറ്റാതെ ഏതെങ്കിലും ഈ അച്ഛന്മാർ വന്ന് കാണാൻ പറ്റാതെ പോയ കേസുകളുണ്ടെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം ഇതിൻ്റെ റീടെലികാസ്റ്റ് ഉണ്ട്. ഇതും കൂടി കാണും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വേറെ എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റും? ഈ സിസ്റ്റത്തിന് വേറെ എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റും? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് വചനം പറയുന്ന പോലെ നിങ്ങളുടെ മനസ്സ് നവീകരിക്കപ്പെടണമെന്ന് പറയും. ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് കിടക്കുന്ന ഒരു മനസ്സ് നവീകരിക്കപ്പെടാതെ എങ്ങനെ കർത്താവിൻ്റെ മനസ്സറിയാൻ പറ്റും? ഈ ലോകത്തോട് മാത്രമായി അനുരൂപപ്പെട്ട് കിടക്കുന്ന മനസ്സുണ്ട്. കുറേ കാശുണ്ടാക്കണം, കുറേ പ്രശസ്തി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഈ ലോകവുമായി ബന്ധപ്പെട്ട് മാത്രമേ ചിന്തയുള്ളൂ. മനസ്സിൻ്റെ ചിന്ത വേറെ ഒന്നുമില്ല. ഉന്നതത്തിലുള്ളവയെ, സ്വർഗീയ രഹസ്യങ്ങൾ, ആത്മീയ വിഷയങ്ങൾ, ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ലോകത്തോട് മാത്രം അനുരൂപപ്പെട്ട് കിടക്കുന്ന മനസ്സുണ്ട്. ലോകത്തോട് മാത്രം. അങ്ങനെയുള്ളത് നിങ്ങൾ വീട്ടിലൊക്കെ കാണാം. അവർ ലൗകിക കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ. ആത്മീയ കാര്യങ്ങളൊന്നും സംസാരിക്കുകയില്ല. ഭക്ഷണം കഴിക്കുന്ന കാര്യം, ഈ അടുത്ത് ഏതാണ് നല്ല ഹോട്ടലുള്ളത്, എവിടെ പോയി കഴിഞ്ഞാൽ ബാർബിക്യൂ ചിക്കൻ നല്ലത് കിട്ടും, ഇതൊക്കെ ഇവരുടെ അടുത്ത് ചോദിച്ചാൽ കൃത്യമായിട്ട് അവർ പറഞ്ഞുതരും. എവിടെയാണ് കുഴിമന്തി നല്ലതുള്ളത്, ഇതെല്ലാം നല്ലത്. പിന്നെ ലോകത്തിൻ്റെ എന്തെങ്കിലും മൊബൈൽ ഏതാണ് വിപണിയിൽ ഏറ്റവും നല്ല മൊബൈൽ ഏതിൻ്റെ, അതെല്ലാം അവർക്ക് A to Z അറിയാം. അതിന് ഇതിന് ഓപ്ഷനുണ്ട്, അതിന് ഓപ്ഷനുണ്ട്, അതിൻ്റെ ക്യാമറ ഇത്രയുണ്ട്, ഇതിൻ്റെ ക്യാമറ, ഇതിൻ്റെ ഇൻബിൽറ്റ് ഇത്രയും മെമ്മറി ഉണ്ട്, ഇതിൻ്റെ എന്നൊക്കെ സകല കാര്യങ്ങൾ, ലോകവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങൾ അറിയാം. ലോകത്തോട് അമിതമായി അനുരൂപപ്പെട്ട് കിടക്കുന്ന ഒരു മനസ്സിന് ദൈവത്തിൻ്റെ മനസ്സറിയാൻ പറ്റില്ല. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ തീരുമാനമെടുക്കുന്നത് ലോകവുമായി ബന്ധപ്പെടുത്തിയായിരിക്കും. അവൻ്റെ തീരുമാനം മുഴുവൻ എന്താ? ഈ ലോകത്തിൻ്റെ വിഷയങ്ങൾ മുഴുവൻ തലയ്ക്കകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് ലോകത്തിൻ്റെ തീരുമാനമാണ്, ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡാണ്, ലോകത്തിൻ്റെ നിലപാടാണ് അവൻ്റെ നിലപാട്. ആ മനസ്സ് നവീകരിക്കപ്പെടണം. ഹല്ലേലൂയ. ലോകം ഒരിക്കലും പറയില്ല. കാരണം ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ബിസിനസ് കാഴ്ചപ്പാടാണ്, ലാഭേച്ഛ കാഴ്ചപ്പാട്. എനിക്ക് ലാഭം ഉണ്ടാകുന്ന കാര്യം മാത്രമേ ലോകം നമ്മളെ പഠിപ്പിക്കുകയുള്ളൂ. ഈ മോട്ടിവേഷണൽ സ്പീക്കറും മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്ന പല മോട്ടിവേഷൻ എന്നാ പറയുന്നത്? നിങ്ങൾക്ക് അങ്ങനെ കാശുണ്ടാക്കാം, നിങ്ങൾക്ക് അങ്ങനെ വിജയിക്കാം എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജീവിതത്തിൽ തോറ്റാൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നില്ല. ഹല്ലേലൂയ. വിജയിക്കാം, 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 ഇങ്ങനെ ചെയ്താൽ വിജയിക്കാം, അങ്ങനെ ചെയ്താൽ വിജയിക്കാം, ഇങ്ങനെ ചെയ്താൽ വിജയിക്കാം. അതാണ് ലോകം തരുന്ന മോട്ടിവേഷൻ. അങ്ങനെയുള്ളവർക്ക്
കാൽവരിയുടെ നെറുകയിൽ 3 ആണികളിൽ പിടഞ്ഞു മരിച്ചുകൊണ്ട് തന്നെ തന്നെ തോൽക്കാൻ അനുവദിച്ചുകൊണ്ട് തന്നെ തന്നെ കുരിശുമരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് വെളിപ്പെടുത്തിയ സ്വർഗത്തിൻ്റെ ഒരു സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ, ജയിക്കണമെന്ന് മാത്രം വിചാരിച്ച് ജീവിക്കുന്ന ഒരു മനസ്സിന് ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഈ സ്നേഹം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എങ്ങനെ മനസ്സിലാവും? ഹല്ലേലൂയ. കാരണം എന്താ? മനസ്സത്ര കണ്ട് ലോകത്തോട് അനുരൂപപ്പെട്ട് കിടക്കുക. ലോകത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണല്ലോ എങ്ങനെയെങ്കിലും സഹനമില്ലാതെ, വേദനകളില്ലാതെ, വിഷമില്ലാതാക്കണം. ഒരു സഹനം വരുമ്പോഴേ എങ്ങനെയെങ്കിലും സഹനം ഒഴിവാക്കും, അല്ലെങ്കിൽ സഹനത്തിന് കാരണമായവനെ രണ്ടിലേതെങ്കിലും ഒന്നാണ് നമ്മൾ എടുക്കുന്നത്. ഒന്നില്ലെങ്കിൽ എൻ്റെ എങ്ങനെയെങ്കിലും സഹനം ഭയങ്കര വിഷമം സഹനം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കൂടി നടക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സന്ദേശമല്ല കേട്ടോ. ഹല്ലേലൂയ. സഹനം ഒഴിവാക്കുക എന്നുള്ളത് സുവിശേഷത്തിൻ്റെ സന്ദേശമല്ല, സുവിശേഷത്തിൻ്റെ വെളിച്ചമല്ല, ക്രിസ്തുവിൻ്റെ മനസ്സല്ല. കാരണം ഈശോ ഒരു സഹനവും ഒഴിവാക്കിയിട്ടില്ല. ഹല്ലേലൂയ. ഈശോ തൻ്റെ മുമ്പിൽ വെച്ച വിളമ്പിയത് ഭക്ഷിക്കുക എന്നുള്ള വചനം പറയും. ലൂക്കാ സുവിശേഷം പറയുന്ന പോലെ തൻ്റെ മുമ്പിൽ വിളമ്പിയ പീഡാസഹനത്തിൻ്റെ, കുരിശുമരണത്തിൻ്റെ, ചാട്ടവാർ അടിയുടെ, കാർക്കിച്ചു തുപ്പലിൻ്റെ, താടിമീശ പിടിച്ചു പറിക്കലിൻ്റെ, ഉഴവുചാൽ പോലെ ഉഴുതുമറിച്ച ശരീരത്തിലൂടെ കടന്നുപോയ സകല വേദനകളും സകല സഹനങ്ങളും യേശു എടുത്തുകൊണ്ട് തന്നെയാണ് അവൻ യാത്ര ചെയ്തു. ഒരു സഹനവും കർത്താവ് തള്ളിക്കളഞ്ഞിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല, ഒന്നും കർത്താവ് എടുത്തു മാറ്റിയിട്ടില്ല. എല്ലാം സഹിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ മാനുഷികതയിൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതാണ്. സഹനം മാറണേ, വേദനയൊക്കെ മാറണമെന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കും. അതിൽ തെറ്റൊന്നുമില്ല, അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നിരുന്നാലും പ്രാർത്ഥിച്ചിട്ടും ആ സഹനം മാറുന്നില്ല എങ്കിൽ ആ സഹനത്തെ എടുത്തുകൊണ്ട് യാത്ര ചെയ്യാനുള്ള ഒരു കരുത്ത് നമുക്ക് വേണം. അതിന് ക്രിസ്തുവിൻ്റെ മനസ്സറിയണം. ഹല്ലേലൂയ. ഈശോയും പ്രാർത്ഥിച്ചല്ലോ, ഗെത്സമനിൽ ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച ഒറ്റ കാര്യമുള്ള, കർത്താവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം, സഹനത്തിൻ്റെ പാനപാത്രമാണ്. പിറ്റേ ദിവസം കുടിക്കേണ്ട പാനപാത്രം ഒരു സഹനത്തിൻ്റെ പാനപാത്രമാണ്. കാൽവരിയുടെ നെറുകിൽ പൂർത്തിയാകേണ്ട സഹനത്തിൻ്റെ പാനപാത്രത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് മാറ്റണേ എന്ന് പറഞ്ഞു. കരഞ്ഞും നിലവിളിച്ചും രക്തം വിയർത്തും അവൻ പ്രാർത്ഥിച്ചു എന്നാണ് വചനം പറയുന്നത്. അത്രയും പ്രാർത്ഥിച്ചിട്ടും ഒന്നും കേട്ടുമില്ല, ഒരു ഉത്തരവുണ്ടായില്ല, ഒരു സഹനവും മാറിപ്പോയില്ല. പക്ഷേ കർത്താവ് പറഞ്ഞു, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ തിരുവിഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാനപാത്രം അവൻ കുടിച്ചു. അവസാന മട്ടും അവൻ കുടിച്ചു. ഹല്ലേലൂയ. ശ്രമമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ലോകത്തിന് അനുരൂപപ്പെട്ട് നിൽക്കുന്ന ഒരു മനസ്സിന് ഒരു വിഷയം ഒരാളോട് പറഞ്ഞത് മനസ്സിലാകില്ല. ഞാനെന്തിനാ സഹിക്കുന്നത്? എന്തിനാണ് ഈ ഭർത്താവിനെ സഹിക്കുന്നത്? ഞാനെന്തിനാ ഈ ഭാര്യയെ സഹിക്കുന്നത്? ഞാനെന്തിനാ ഈ മക്കളെ സഹിക്കുന്നത്? ഞാനെന്തിനാ ഈ അമ്മായിയമ്മയെ സഹിക്കുന്നത്? ഞാനെന്തിനാ ഈ അമ്മായപ്പനെ സഹിക്കുന്നത്? ഈ രോഗിയായി കിടക്കുന്ന ഈ അമ്മയെ നോക്കിയിട്ട് എനിക്കെന്ത് ലാഭമുണ്ട്? ഞാനെന്തിനാ ഇത്ര കിടന്ന് കഷ്ടപ്പെടുന്നത്? ഈ ഓർമ്മക്കുറവുള്ള അപ്പനെ നോക്കിയിട്ട് എനിക്ക് എന്നാ കിട്ടാനാ? വീട്ടിൽ തന്നെ അച്ഛൻ അറിയാവോ, ആ കടലെ തന്നെ 1ഉം 2ഉം ഒക്കെ നടത്തുന്നത്. ഇത് എന്ത് കാര്യമുണ്ട് എന്നെ നോക്കിക്കൊണ്ടിരുന്നിട്ട് എന്ത് കിട്ടാനാ? ഹല്ലേലൂയ. ഇത് കാരണം ലോകം ഇപ്പോഴും നമുക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ, എന്ത് ലാഭം കിട്ടും എന്നാണ് ലോകത്തിൻ്റെ മനോഭാവം, മാനദണ്ഡം. ഈ ലോകത്തോട് അനുരൂപപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തി സ്വന്തം ബന്ധങ്ങളിൽ പോലും എന്ത് ലാഭം കിട്ടുമെന്ന് ചിന്തിക്കുള്ളൂ. അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇതാണ് നവീകരിക്കപ്പെടണമെന്ന് വചനം പറയുന്നത്. നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്. പിന്നെന്ത് ചെയ്യണം? പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവരെന്ന് പറയുമ്പോൾ നിന്റെ മനസ്സ് നവീകരിക്കപ്പെടണം. എന്തിൽ നിന്നും? ലോകത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന, ലോകത്തോട് അനുരൂപപ്പെട്ട് കിടക്കുന്ന ഈ വിഷയങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടണം. എന്തിലേക്ക്? ക്രിസ്തുവിൻ്റെ മനസ്സിലേക്ക്. ഹല്ലേലൂയ. അപ്പോൾ നഷ്ടമുണ്ടാകുമ്പോഴും ഓരോന്ന് നഷ്ടപ്പെടുമ്പോഴും, അല്ലേ, പൗലോസ്ലീഹ പറഞ്ഞ പോലെ എനിക്ക് ലാഭമായിരുന്നെല്ലാം നഷ്ടമായി ഞാൻ കണക്കാക്കി. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും കിട്ടാത്ത വിഷയങ്ങളിലും നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് സന്തോഷം തരാത്ത വിഷയങ്ങളിലും അവരൻ്റെ സന്തോഷത്തെ പ്രതി നമ്മുടെ ജീവിതത്തെ വയ്ക്കാൻ പറ്റും.
നമുക്ക് നമ്മൾ ശുശ്രൂഷിക്കപ്പെടില്ല എന്നും നമ്മൾ സ്നേഹിക്കപ്പെടില്ല എന്നും നമ്മൾ മനസ്സിലാക്കപ്പെടില്ല എന്നും മനസ്സിലാക്കിയിട്ട് പോലും ആ വിഷയങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ നമുക്ക് പറ്റുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നത് കൊണ്ടാണ്. അതാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്. തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിയാമായിരുന്നത്, തന്നെ തള്ളിപ്പറയുമെന്നറിയാം. പത്രോസിനോട് പറഞ്ഞാടാ, നീ കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ, ഈ തള്ളിപ്പറയാൻ പോയവനെയും ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞവനെയും കർത്താവ് തൻ്റെ അത്താഴ വിരുന്നിൽ ചേർത്ത് പിടിച്ചിട്ട് അവനും ഈ പറയുന്നവർക്കെല്ലാം അവൻ ഈ ശരീരവും രക്തവും വിളമ്പുകയാണ്. എല്ലാം കൊടുത്തു, മുറിച്ചു നൽകി, തന്നെ മുറിച്ചു നൽകി. അതായത് തന്നെ ഒറ്റിക്കൊടുത്തവനും തന്നെ മുറിച്ചു നൽകി, തന്നെ തള്ളിപ്പറഞ്ഞവനും മുറിച്ചു നൽകി. അങ്ങനെ പറ്റണമെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മുടെ സിസ്റ്റത്തിൽ കിട്ടിയാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല നമ്മളെങ്ങനെ ചെയ്യാം? ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്, മറിച്ച് നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടും. അപ്പം എന്ത് സംഭവിക്കും എന്നറിയാമോ? അപ്പം എന്ത് സംഭവിക്കും? ദൈവഹിതമെന്തെന്നും, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരിക. കണ്ട, കർത്താവിൻ്റെ മനസ്സറിയാന്ന് പറയാം, ദൈവഹിതം അറിയാം. ദൈവഹിതമെന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നിങ്ങൾക്ക് പറ്റും നല്ലതെന്തെന്ന്, പൂർണ്ണമായതെന്തത്, ദൈവത്തിന് പ്രീതിജനകമായതെന്തെന്ന് വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് ലോകത്തിൻ്റെ കാര്യങ്ങൾ മാത്രം അല്ലേ. ചിലർ രാവിലെ മുതൽ എൻ്റെ അടുത്തൊരു ചേച്ചി പറഞ്ഞു, എൻ്റെ അച്ഛാ ഭർത്താവ് രാവിലെ മുതൽ എപ്പോഴൊക്കെ വീട്ടിലുണ്ടോ മുഴുവൻ സമയം മലയാള മനോരമ കണ്ട് വീട്ടിൽ വരുന്നുണ്ട് പത്രം. ആ പത്രം മുഴുവൻ വായിക്കുമെന്ന് പറഞ്ഞു. മുഴുവൻ വായിക്കും. അതായത് തുടക്കം മുതൽ അതിൻ്റെ ഹെഡിങ് മുതൽ പുള്ളി അതിൻ്റെ അവസാനം വരെയുള്ള മുഴുവൻ ഇരുന്ന് വായിക്കും. പിറ്റേ ദിവസം രാവിലെ പത്രം വരുമ്പോൾ അത് പിന്നെയും വായന. ജോലിയുടെ സമയം കഴിഞ്ഞാൽ വീണ്ടും വന്നിരുന്നു മുഴുവൻ പത്രം വായന. പുള്ളിക്ക് പത്രം വായന. ഇന്ന് വരെ എൻ്റെ ഭർത്താവ് ഈ ബൈബിൾ ഒന്ന് എടുത്ത് കാണാൻ, എൻ്റെ അച്ഛാ ഇതിൻ്റെ 10-1 തീഷ്ണതയുണ്ടായിരുന്നെങ്കിൽ പുള്ളിക്ക് ഈ ബൈബിള് 1 മാസം കൊണ്ട് വായിച്ചു തീർക്കാമെന്ന് പറഞ്ഞേ. നമ്മളൊക്കെ വായിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായല്ലേ, ഡേറ്റ് ഇട്ട് വായിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഇതുവരെ തീർന്നില്ല. പുള്ളിക്ക് ഈ അത് ലോകത്തെക്കുറിച്ചുള്ള കാര്യം, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയാനുള്ള ആ ഒരു തീഷ്ണത ഉണ്ടായിരുന്നെങ്കിൽ, അതിൻ്റെ 10-1 തീഷ്ണത ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യ പറഞ്ഞ, എൻ്റെ അച്ഛാ പുള്ളി 1 മാസം കൊണ്ട് ബൈബിൾ വായിച്ചു തീർത്തേന്ന്. അത്ര തീഷ്ണത. കാരണം സമയം കിട്ടും മുഴുവൻ ഈ പുള്ളി ഈ പത്രം മുഴുവൻ വായിക്കും. അതായത് തുടക്കം മുതൽ അവസാനം വരെ വായിക്കും. പുള്ളിക്ക് പ്രയോജനം ഉള്ളതാണോ, പ്രയോജനരഹിതമാണോ, ആവശ്യമുള്ളതാണോ, ആവശ്യമില്ലാത്തതാണോ, ഇതൊന്നും ഒരു വിഷയമല്ല. ആത്മാവിനെ ബലപ്പെടുത്താത്ത ആലോചനകളും ആത്മാവിനെ ബലപ്പെടുത്താത്ത ആത്മാവിനെ വളർത്താത്ത വായനകളിൽ മാത്രം നമ്മൾ ജീവിതത്തെ ഒതുക്കി നിർത്തരുത്. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വായിച്ചോ, ലോകത്തെക്കുറിച്ച് അറിയണം, ചുറ്റുപാട് നടക്കുന്നത് അറിയണം, വാർത്ത കേൾക്കണം, ഇതെല്ലാം വേണം നമുക്ക്. വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഇതെല്ലാം വേണം. എന്നാൽ അതിൽ മാത്രം ഒതുങ്ങി പോകരുത്. നമ്മൾ ലോകത്തിന് അനുരൂപരായ പോലെ അതിൽ മാത്രം ഒതുങ്ങി പോകരുത്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, പോയി കാണണം കേട്ടോ. ഏതാ? അഡ്വർടൈസ്മെൻറ്റ് നടത്തുക. ഞാൻ സിനിമ കണ്ടിട്ട് 6-7 വർഷമായി. എന്നാൽ ഈ സിനിമ കാണണം. ഫേസ് ഓഫ് ദ ഫേസ്ലെസ്, റാണി മരിയയുടെ സിനിമയാണ്. നിങ്ങൾ പറ്റാവുന്ന എല്ലാവരും പോയി കാണണം കേട്ടോ. സന്തോഷമായി, ആദ്യമായിട്ട് ഒരു അച്ഛൻ സിനിമ കാണുമെന്ന് പറയുന്നത് അല്ലേ. നിങ്ങൾ പറ്റാവുന്നവരെല്ലാം പോയി. നല്ല പടമാണെന്ന് പറഞ്ഞു. എൻ്റെ റിവ്യൂ കിട്ടിയിട്ട് പറഞ്ഞത് നല്ല പടമാണ്. കണ്ണുനീരോടുകൂടിയാണ്. കരയാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ആവശ്യത്തിന് കരച്ചിലുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടല്ല. പക്ഷേ ആ സിനിമ നല്ല ടച്ചിങ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റാവുന്നവരൊക്കെ എനിക്കൊന്ന് ഇറങ്ങി തോന്നുന്നില്ല അല്ലേ. എവിടേക്കാന്നൊക്കെ തപ്പി പിടിച്ച് വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും കൂടി കുടുംബമായിട്ട് പോയിട്ട് നിങ്ങൾ ഈ സിനിമ കാണണം. ഓക്കെ? കാശില്ലെങ്കിൽ കാശ് നിങ്ങൾ അയൽവക്കക്കാരോട് ചോദിക്കുക, അച്ഛനോട് ചോദിച്ചാൽ കാശ് കിട്ടുകയില്ല കേട്ടോ. അത്രയും ബുദ്ധിമുട്ടുള്ളവരാണ് ഞാൻ കാശ് തരും. അത്രയും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത്ര ആഗ്രഹമുണ്ട്. പക്ഷേ അയൽവക്കക്കാർ ഒരാളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കാശ് കിട്ടിയില്ല എങ്കിൽ രണ്ടാമത് നിങ്ങൾ ഇങ്ങോട്ട് പോരെ. കാരണം ഞാൻ അമേരിക്കയ്ക്ക് പോകുമെന്ന് കാര്യം പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഇത് കാണണം കേട്ടോ. സിനിമ കാണണം. ചില നല്ല സിനിമകളൊക്കെ ഉണ്ട്, അത് കാണണം. അങ്ങനെ ഒരു നല്ല സിനിമയാണത് കേട്ടോ. മുഖമില്ലാത്തവരുടെ മുഖം എന്നൊക്കെ പറയുന്ന പോലെ വേദനിക്കുന്നവരുടെ മുഖമായിട്ടുള്ളൊരു സിനിമയാണ്.
കുടുംബമൊക്കെ ആയിട്ട് പോയി ഈ സിനിമ കാണണം. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ സിനിമ മാത്രം കണ്ട് ഈ മരം ചുറ്റി പ്രേമവും മറ്റേ ഡിസ്കോ ഡാൻസും ഇടിയും മാത്രം ചിലവരുണ്ടല്ലേ. ചിലർക്ക് സിനിമ ഒരു ഇടിയിലായിരുന്നു. ഒരുത്തം വന്നിട്ട് പറഞ്ഞാൽ ഇത് സിനിമ എങ്ങനെ ഉണ്ടാ, കുഴപ്പമില്ലായിരുന്നു, ഇടിയൊന്നുമില്ലായിരുന്നു. അവന് ഇടിയില്ലെങ്കിൽ സിനിമ കാണാൻ പറ്റിയല്ല. ഇടിയും വെടിവെപ്പൊക്കെ ഉണ്ടെങ്കിലേ ഈ പുള്ളിക്ക് സിനിമ ദഹിക്കുള്ളൂ. അതാണ് ഇടിയില്ലായിരുന്നു അതിനകത്ത്, എന്നാ ഇത് പാട്ടില്ല എന്ന് പറയുന്ന പോലെയാണ്. നമ്മളപ്പോൾ സിനിമയൊക്കെ കണ്ടോ, പക്ഷേ അതോടൊപ്പം നമ്മുടെ ആത്മാവിനെയും ബലപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ പോകണം. ഹല്ലേലൂയ. ലോകത്തിന് മാത്രം അനുരൂപപ്പെട്ട് കിടന്നാലുണ്ടല്ലോ നമ്മുടെ തീരുമാനങ്ങളൊക്കെ ലോകം പറയുന്ന പോലെ ആകും. ലോകം പറയുന്നത് പോലെ ആയാലുള്ള പ്രശ്നം എന്നറിയാമോ? നമുക്ക് ഈ ലോകത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല. കാരണം ലോകത്തിന് സമാധാനം തരാൻ പറ്റില്ല. അതാണ് വിഷയം, പ്രശ്നം അതാണ്. നിങ്ങളിപ്പോൾ ലോകത്തിന് അനുഭവപ്പെട്ട തന്നെ കുഴപ്പമെന്ന് ചോദിക്കും. ലോകത്തിന് അനുഭവപ്പെട്ട പ്രശ്നം അതാണ്. ലോകത്തിന് നിങ്ങൾക്ക് സമാധാനവും നിലനിൽക്കുന്നതൊന്നും ലോകത്തിന് തരാൻ പറ്റിയല്ല. നിലനിൽക്കുന്ന സമാധാനം ലോകത്തിന് തരാൻ പറ്റില്ല. നിലനിൽക്കുന്ന സന്തോഷം ലോകത്തിന് തരാൻ പറ്റില്ല. ഒന്നും നിലനിൽക്കുന്നത് ലോകത്തിന് തരാൻ പറ്റില്ല. കാരണം ലോകം തന്നെ നിലനിൽക്കുന്നതല്ലാത്തത് കൊണ്ട് ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും. സർവ്വത്ത് പറയാവോ ഹല്ലേലൂയാ? പലതവണത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അവിടെ അടുത്തിരിക്കും മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഉറക്കെ പറ, നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്. നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്. പിന്നെന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. അപ്പം എന്ത് സംഭവിക്കും? അപ്പോൾ നല്ലതെന്തെന്ന്, പൂർണ്ണമായതെന്തെന്ന്, നന്മയായിട്ടുള്ളതെന്തെന്ന്, ദൈവഹിതം എന്തെന്ന് വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റും. ഹല്ലേലൂയ. ഒരു വചനം കൂടി നമ്മുടെ മനസ്സിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് അടിപൊളി ഒരു വചനം, അത് നമ്മൾ വായിക്കണം. വായിച്ചാൽ ബാക്കി ധ്യാനങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് നടത്താം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം നടത്തേ. 4-ാം അധ്യായം 22 മുതലുള്ള വചനങ്ങൾ വായിക്കാം. അതായത് 17 മുതൽ നമുക്ക് വായിക്കാം, പക്ഷെ ഇപ്പോൾ പെട്ടെന്നൊന്ന് 22 മുതലുള്ള വചനം വായിച്ചേ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ, ഓരോ വാക്ക് ശ്രദ്ധിക്കുന്നേ, പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. ഹല്ലേലൂയ. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? അത് വായിക്കും. മനസ്സിൻ്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടട്ടെ. അപ്പം എന്ത് സംഭവിക്കും? യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കാൻ പറ്റും. ഇപ്പൊ പഴയ മനുഷ്യനെ കളഞ്ഞിട്ട് പുതിയ മനുഷ്യനെ ധരിക്കാൻ പറയുന്നതിനിടയ്ക്ക് വചനം കൂട്ടിച്ചേർക്കുകയാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടട്ടെ. ഇനി എന്തിൽ നിന്നൊക്കെ നവീകരിക്കപ്പെടണ്ടേ എന്ന് തൊട്ടു മുമ്പത്തെ വചനങ്ങൾ വായിക്കും. 17 മുതലുള്ള വചനങ്ങൾ പെട്ടെന്ന് വായിച്ചേ. കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. ആദ്യം പറയാണ്, നിങ്ങളുടെ വ്യർത്ഥചിന്തകളിൽ നിന്നും നവീകരിക്കപ്പെടണം. അത് വിജാതീയരെ പോലെയാണ്. വ്യർത്ഥചിന്ത എന്ന് പറഞ്ഞാൽ സത്യമല്ലാത്ത വ്യർത്ഥമായ ചിന്തകളിൽ നിങ്ങൾ നവീകരിക്കപ്പെടണം. തലയ്ക്കകത്ത് കിടക്കുന്ന ചിന്തയുണ്ടല്ലോ, വ്യർത്ഥമായത്, ആകുലതകൾ മാത്രം സമ്മാനിക്കും, നിരാശകളിലേക്ക് തള്ളിയിടുന്നത്, മനസ്സിൻ്റെ സമാധാനവും സ്വസ്ഥതയും തല്ലിക്കെടുത്തുന്ന ചിന്തയുണ്ടല്ലോ, വ്യർത്ഥചിന്തകൾ, സത്യമല്ലാത്ത ചിന്തകൾ. ഹല്ലേലൂയ. അല്ലേ? പിശാച് നമ്മുടെ തലയ്ക്കകത്തേക്ക് ഈ സാധനം ഇടയ്ക്കിടയ്ക്ക് തരും. എന്നിട്ട് പറയും, ഒരു പ്രശ്നം വരുമ്പോൾ നിനക്ക് ഇനി ഒരു രക്ഷയില്ല. എന്തില്ല? ഉറക്കെ പറ. ഇതാരാ പറഞ്ഞേ? കർത്താവ് പറഞ്ഞോ? ഇല്ല. കർത്താവ് പറഞ്ഞു, കർത്താവ് എന്തിനാ ഈ ലോകത്തിലേക്ക് വന്നേ? നമുക്ക് രക്ഷ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കർത്താവ് ഒരിക്കലും പറയില്ല നിനക്ക് രക്ഷയില്ലെന്ന്. അപ്പോൾ ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ പിശാച് നമ്മുടെ തലയ്ക്കകത്തേക്ക് ഒരു വ്യർത്ഥ ചിന്ത അങ്ങോട്ട് തരും. അയ്യോ, ഇനി രക്ഷയില്ല, എൻ്റെ കുടുംബം ഈ അവസ്ഥയായി, എൻ്റെ ഭാവി 2-3 വട്ടം പരീക്ഷ എഴുതി തോറ്റു,
ഇനി എനിക്കിതൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കിനി രക്ഷയുണ്ടെന്ന് തോന്നുന്നില്ല. കേട്ടെ, ഇതൊക്കെ വ്യർത്ഥ ചിന്തകളാണ്. ഹല്ലേലൂയ. നമ്മളിത് നിസ്സാരമായിട്ട് കാണരുത് ഇതിനെയൊന്നും. അതായത് ദൈവത്തിൻ്റെ മനസ്സ് നമ്മളിൽ തരാത്തതും ദൈവത്തിൻ്റെ മനസ്സിൽ നിന്നും പുറപ്പെടാത്ത ആലോചനകളെല്ലാം തന്നെ വ്യർത്ഥ ചിന്തകളാണ്, വ്യർത്ഥമാണ്. അതിനെ താലോലിച്ചുകൊണ്ട് നടക്കരുത്. അത് നവീകരിക്കപ്പെടേണ്ട ചിന്തയാണ്. ഹല്ലേലൂയ. നമുക്ക് രക്ഷയുണ്ട്. യേശു ഈ ലോകത്തിലേക്ക് വന്നതുപോലും നമ്മെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമുക്ക് രക്ഷയില്ല 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 എന്ന് പറഞ്ഞാൽ അത് പിശാച് തരുന്ന ചിന്തയല്ലേ? ആരാ പറഞ്ഞത് നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുകയില്ലെന്ന്? ആരാ പറഞ്ഞത് നിങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരിച്ചു കിട്ടില്ല എന്ന്? ആരാ പറഞ്ഞ് നിങ്ങളുടെ ഈ രോഗത്തിന് സൗഖ്യം കിട്ടില്ല എന്ന്? ആര് പറഞ്ഞു ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടില്ല എന്ന്? ആര് പറഞ്ഞു ഈ കടന്നു പോകുന്ന കടബാധ്യത മാറില്ല എന്ന്? ദൈവം പറഞ്ഞോ? പറ. കർത്താവ് പറഞ്ഞോ? കർത്താവ് അങ്ങനത്തെ ചിന്ത തന്നോ? ഹലോ, ഇവിടെ ഉണ്ടോ? പോയോ എല്ലാവരും? കർത്താവ് പറഞ്ഞോ? പിന്നെ എന്തിനാ ഈ കുട്ടി പിശാചിനെ തലക്കകത്ത് കയറ്റിക്കൊണ്ട് നടക്കുന്നേ? കർത്താവ് പറയാത്തത് എന്തിനെന്നാ നമ്മോട് പറയണം? അത് വ്യർത്ഥ ചിന്തയാണ്. ഹല്ലേലൂയ. അത് വെറുതെ എൻ്റെ മകൻ നന്നാകില്ല, എൻ്റെ അച്ഛാ ഞാൻ എത്ര വായിച്ചു, അവൻ നന്നാകില്ല അച്ഛാ, ഇനി അവളുടെ കല്യാണം, ഇനി ഒരു കല്യാണം കഴിഞ്ഞാണ്, ഈ കഴിഞ്ഞ ധ്യാനത്തുണ്ട്, കല്യാണം കഴിഞ്ഞ് മകൾ ഡൈവോഴ്സായി. അപ്പോൾ ഒരു കുഞ്ഞൊക്കെ ഉണ്ട്, ഡൈവോഴ്സ് ആയതാണ്. എന്നാലും അച്ഛാ ഇനി എൻ്റെ മകൾക്ക് കല്യാണം കഴിഞ്ഞ അച്ഛാ ഡൈവേഴ്സുമായി എല്ലാം കിട്ടി, പക്ഷേ ഇനി എൻ്റെ മകൾക്ക് ഇനി ഒരു കല്യാണം നടക്കില്ല അച്ഛാ, കുഞ്ഞൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു, കുഞ്ഞുമായല്ലോ, ഇനി ആര് കെട്ടാനാ അച്ഛാ എൻ്റെ മകളെ? എൻ്റെ അച്ഛാ അവസ്ഥ. ആര് പറഞ്ഞു കുഞ്ഞുള്ള ആളെ കെട്ടാൻ ആൾ വരികയല്ലെന്ന്? എന്തോ ഒരു സംഭവമുണ്ട്. സമാനമായ അനുഭവത്തിലൂടെ കടന്നു പോയിട്ട് ഡൈവേഴ്സായിട്ട് അവർ തമ്മിൽ വിവാഹം കഴിച്ച എത്രയോ അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. അല്ലേ? നമ്മൾ അങ്ങോട്ട് മനസ്സുകൊണ്ട് തീരുമാനിച്ചേക്കാണ് ഇനി ഒന്നും അങ്ങോട്ട് പോവുകയല്ലെന്ന്, ഇനി ഒന്നും നടക്കാൻ പോവുകയല്ലെന്ന്. ഇതെല്ലാം അവസാനിച്ചെന്ന് നമ്മൾ തന്നെ പറഞ്ഞേക്കുവാ. എടാ, നമ്മൾ തന്നെ അങ്ങോട്ട് മനസ്സുകൊണ്ട് തീരുമാനം ഉറപ്പിച്ചേക്കുക ഇനി ഒന്നും നടക്കുകയല്ല, എല്ലാം അവസാനിച്ചു, ഇനി ഒന്നും ശരിയാകാൻ പോകുന്നില്ല. അങ്ങനെ മനസ്സുകൊണ്ട് നിങ്ങൾ ഒരു വിഷയം ദൈവികമല്ലാത്ത ആലോചനകൾ കൊണ്ട്, വ്യർത്ഥ ചിന്തകൾ കൊണ്ട് ഉറപ്പിച്ചാൽ അത് അങ്ങനെ സംഭവിക്കൂ. അതാണ് പ്രശ്നം. അതിന് വിപരീതമായത് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് എന്താണോ അത് സംഭവിക്കണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റണം. എന്താ? എൻ്റെ കർത്താവ് എനിക്കിത് നടത്തി തരും, എൻ്റെ കർത്താവ് എൻ്റെ കാര്യത്തിൽ കരുതലുള്ളവനാണ്, എൻ്റെ ദൈവം ഈ വിഷയത്തിലും ദൈവത്തിന് ഒരു ആലോചനയുണ്ട്, ഒരു ചിന്തയുണ്ട്, ഒരു തീരുമാനമുണ്ട്. ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2-3 ദിവസം മുമ്പ് കാണാൻ വന്നൊരു കുടുംബം പറഞ്ഞതാണ് തൃശ്ശൂരിൽ നിന്ന്. അവർ വന്നപ്പോൾ നമ്മൾ തിരക്കിലായിരുന്നു, ധ്യാനത്തിൻ്റെ തിരക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്നൊന്നും ആരെയും കാണുന്നില്ല, ധ്യാനക്കാരെ തന്നെ കണ്ടു തീരുകയല്ല. അതുകൊണ്ട് അപ്പോൾ അവർ ഓഫീസിൽ വന്നിട്ട് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്. ഓൺലൈനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ഈ കോലം കണ്ടിട്ടില്ല, ഈ കോലം ഒന്ന് നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെ നിന്നാണെന്ന് എനിക്കറിയത്തില്ല, അച്ഛനെ കാണാൻ വേണ്ടി ഒരു കുടുംബം നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് കുടുംബം വന്നതായിരിക്കും, പക്ഷേ അവരുടെ അടുത്ത് എവിടെയാണെന്ന് ഡീറ്റെയിലൊക്കെ ചോദിക്കുക, അടുത്ത വല്ലതാണെങ്കിൽ പിന്നെ വരാൻ പറഞ്ഞു. ഇപ്പോൾ ധ്യാനക്കാരെ കണ്ട അല്ലെങ്കിൽ തീരുകയല്ല, ഞാനിപ്പോൾ കാണുന്നില്ല അവരെ, ഏതായാലും പിന്നെ വരാട്ടെ എന്ന് പറഞ്ഞു. അടുത്താണെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും സമയം എടുത്തിട്ട് പോരട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പുള്ളിക്കാരൻ ഓഫീസിൽ നിന്ന് വെച്ചാൽ തൃശ്ശൂരിൽ നിന്ന് അവർ വന്നേക്കുന്നത്, പക്ഷേ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, ഒരു പ്രാർത്ഥന സ്വീകരിച്ചാൽ മതി, ഇത്തിരി സമയമൊന്നും വേണ്ട. ഞാൻ അത്രയും നേരം ഇരുന്നിട്ട് മുകളിലൊന്ന് നടുനേരെയാക്കാൻ വേണ്ടിയിട്ട് മുറിയിലേക്കൊന്ന് പോയി ഈ അലങ്കാരങ്ങളൊക്കെ ഒന്ന് ഊരിയിട്ടിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഫോൺ വന്നേക്കുന്നത്. പിന്നെ എന്നെ ചെയ്യാൻ പറ്റും? പിന്നെ ഈ സാധനങ്ങളെല്ലാം എടുത്തണിഞ്ഞ് വീണ്ടും നമ്മൾ താഴേക്ക് വന്നു. കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, മകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ ആ മാതാപിതാക്കൾ കുടുംബമൊക്കെ കടന്നുപോയി. അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ മകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു പ്രതിസന്ധി ഉണ്ടായതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് ഈ മാതാപിതാക്കൾ പറഞ്ഞ അപ്പനിരിപ്പുണ്ട് പറഞ്ഞു, എൻ്റെ അച്ഛാ ഞാൻ പള്ളിയിലും പോകില്ലായിരുന്നു, പ്രാർത്ഥിക്കാനും ഇതിനൊന്നും വലിയ തീഷ്ണതയൊന്നുമില്ലായിരുന്നു, ഇതൊക്കെ അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഉണ്ടല്ലോ ഇപ്പോഴുണ്ടല്ലോ ഞങ്ങളുടെ കുടുംബം മുഴുവനും അച്ഛാ പ്രാർത്ഥനയുടെ കുടുംബമായിട്ട് മാറി. ഒറ്റ വിഷയം കൊണ്ട് മകളുടെ ജീവിതത്തിൽ ഇപ്പോൾ മാനസിക ഇച്ചിരി അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി, ആരോഗ്യക്കുറവൊക്കെ ഉണ്ടായി, ഡിപ്രഷനിലേക്കൊക്കെ പോയി. അങ്ങനെ മകളുടെ ലൈഫുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായി. ആ വിഷയത്തിൻ്റെ പേരിൽ ആ കുടുംബം ഒരു പ്രാർത്ഥനയുടെ കുടുംബമായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഇപ്പം ഞങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആ വിഷയം സന്തോഷത്തോടെ അതിജീവിച്ച് പോകുന്നത് നമുക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കത് വല്ലാത്തൊരു പ്രശ്നമായിരുന്നു. പിന്നെ ചേട്ടൻ പറയാം, ഇത്തിരി പ്രായമുള്ള മനുഷ്യനാണ്, പക്ഷേ പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥനയൊന്നുമില്ലായിരുന്നു. പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചാൽ പള്ളിയിൽ ഞായറാഴ്ച പള്ളിയിൽ പോകും, അത്രയൊക്കെ ഉള്ളായിരുന്നു, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഇല്ലായിരുന്നു.
പക്ഷേ കുടുംബത്തിലാണെങ്കിലും പ്രാർത്ഥനയ്ക്കൊന്നും ഞാനത്ര ഇപ്പം അങ്ങനെയല്ല വെച്ചാൽ ഞങ്ങളുടെ കുടുംബം പ്രാർത്ഥനയിലേക്ക് മാറി. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായെങ്കിലും അതിലൊന്നും ഞങ്ങൾക്കിപ്പോൾ ഒരു പരാതിയില്ല, പരിഭവമില്ല. കാരണം എന്താ? ഞങ്ങളുടെ കുടുംബത്തെ കർത്താവിൻ്റെ സ്നേഹത്തിലും പ്രാർത്ഥനയിലും കുടുംബം രൂപപ്പെട്ടു. ഈ ഒറ്റ കാരണം കൊണ്ട്, ഒറ്റ കാരണം കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന വ്യർത്ഥ ചിന്തകളൊക്കെ മാറി. ഇപ്പോൾ അവിടെ മനസ്സ് നവീകരിക്കപ്പെട്ടു. ഈ സഹനത്തിലൂടെയാണ്. ചിലപ്പോൾ നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടുന്നത് സഹനത്തിലൂടെയാ. ഹല്ലേലൂയ. ശ്രമത്തിൽ പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് മാത്രമാണ് കർത്താവ് നമ്മുടെ മനസ്സിനെ നവീകരിക്കുന്നതെന്നല്ല. ചിലപ്പോൾ നമ്മളെ മുറിപ്പെടുത്തുന്ന, തകർത്ത് കളയുന്ന ചില അനുഭവങ്ങൾ തന്നുകൊണ്ട് നമ്മുടെ മനസ്സിനെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുടുംബാംഗങ്ങളെ കർത്താവിന് വേണ്ടി നേടും. ഹല്ലേലൂയ. നിങ്ങൾ വായിക്കുക സുഭാഷിതങ്ങളുടെ പുസ്തകം 20-ാം അധ്യായം 30-ാമത്തെ തിരുവചനം. സുഭാഷിതങ്ങൾ 20:30. സുഭാഷിതങ്ങൾ 20:30. പെട്ടെന്ന് വായിച്ചേ. മുറിപ്പെടുത്തുന്ന താടനകൾ, അടിയുണ്ടല്ലോ, മുറിപ്പെടുത്തുന്ന നല്ല അടിയുണ്ടല്ലോ. നമ്മൾ പറയല്ലോ, ചിലപ്പോൾ പറയല്ലേ, അവനിട്ട് നല്ല അടി കിട്ടിയ പറയാല്ലേ, ചിലപ്പോൾ ചിലരൊക്കെ നോക്കിയിട്ട് അവനിട്ട് നല്ല രണ്ടര കിട്ടിക്കഴിഞ്ഞാൽ അവൻ ശരിയാവും, പഠിക്കും എന്നൊക്കെ പറയും എന്ന് പറയുന്നു അല്ലേ. മുറിപ്പെടുത്തുന്ന താടനകൾ ദുശീലങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു. ചിലപ്പോൾ നല്ല അടി കിട്ടിയ ചില ദുശീലങ്ങളൊക്കെ മാറുന്നു. അതുകൊണ്ട് പിള്ളേർക്കൊക്കെ ചെറുപ്പത്തിലെ അടിക്കണം കേട്ടോ. ദുശീലങ്ങൾ തുടങ്ങുമ്പോഴേ അടി കൊടുക്കണം. ഇത് മൂത്ത് കഴിഞ്ഞിട്ട് കൊടുക്കരുത്. അവന്മാർ വടി മേടിച്ച് നിങ്ങളുടെ തലമണ്ടൊക്കെ നോക്കിയോ വേറെ അടി തരും. എന്നിട്ട് അടുത്ത വചനം പറയാണ്. അടുത്ത വചനം വായിച്ചേ, അത് വായിച്ചേ. കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു. കണ്ടോ? കനത്ത അടി ഒരുവന്റെ മനസ്സിൻ്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു. അത്രമാത്രം വ്യർത്ഥ ചിന്തകളിലും ദൈവാലോചനയുമില്ലാതെ, ദൈവത്തോട് ബന്ധമില്ലാതെ കിടന്ന ഒരു മനസ്സ് നവീകരിക്കപ്പെട്ടത് കുടുംബത്തിലൊരു അടി കിട്ടിയപ്പോഴാണ്. മകളുടെ ജീവിതത്തിൽ ഒരു അടി കിട്ടിയപ്പോഴാണ് ആ കുടുംബം മുഴുവൻ പ്രാർത്ഥനയിലേക്ക് വന്നേ. ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞത്. കാൽവരിയിൽ കർത്താവായ യേശു ക്രിസ്തു പൂർത്തിയാക്കിയ ആ രക്ഷാകരമായ പദ്ധതിയെക്കുറിച്ചൊക്കെ ഒരു തിരിച്ചറിവ് കിട്ടത് ഒരു അടി കിട്ടിയപ്പോഴാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വ്യർത്ഥ ചിന്തകളിൽ നിന്നും നമ്മുടെ മനസ്സ് നവീകരിക്കപ്പെടേണ്ടതുണ്ട്. അത് പഴയ മനുഷ്യനാണ്. പഴയ മനുഷ്യൻ്റെ ഈ വ്യർത്ഥ ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നവീകരിക്കപ്പെടേണ്ടതുണ്ട്. കാലാകാലങ്ങളിൽ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഇങ്ങനെയുള്ള വ്യർത്ഥ ചിന്തകൾ ഒക്കെ നവീകരിക്കപ്പെടേണ്ടതുണ്ട്. ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തത് 18-ാമത്തെ വചനം വായിച്ചേ. എഫേസ്യസ് 4:18. ഹൃദയ കാഠിന്യം നിമിത്തം അജ്ഞത പ്രാപിച്ച ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് പോലും അകറ്റപ്പെട്ടിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെടേണ്ട മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. നവീകരിക്കപ്പെടേണ്ട കഠിനമായി പോയ ഹൃദയം എങ്ങനെയാ? അജ്ഞത ബാധിച്ച് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞിട്ട് അജ്ഞത ബാധിച്ചു. എന്താ അജ്ഞത ബാധിച്ചത്? ദൈവത്തെക്കുറിച്ച് അറിയാൻ പറ്റാതെ പോയി. ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചു കഴിഞ്ഞപ്പോ സംഭവിച്ചത് അവരുടെ ഹൃദയം കഠിനമായി മാറി. ഹല്ലേലൂയ. ഇത് നവീകരിക്കപ്പെടണം. മനസ്സ് നവീകരിക്കപ്പെടാതെ ഹൃദയത്തിൻ്റെ കാഠിന്യമൊന്നും മാറുകയല്ല. നമ്മൾ തല്ലിയെന്ന് വെച്ച് ഹൃദയത്തിൻ്റെ കാഠിന്യം മാറോ? പറ. ഇല്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവന്നായിരുന്നു. അവള് പഠിച്ചുകൊണ്ടിരിക്കുന്ന പെങ്കൊച്ചാ. അവൾ ഒരുത്തനോട് സ്നേഹിച്ചിട്ട് പോയി. അവിടെ പിടിച്ചു കെട്ടിയൊക്കെ കൊണ്ടുവന്ന് അവസാനം ധ്യാനത്തിനുണ്ടായിരുന്നു. അതിനു മുമ്പ് അവൾ എന്നോ പറഞ്ഞാലും അവൾ വിടുകയല്ല, ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഈ ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. പാപകരമായ ബന്ധം എന്നോ പറഞ്ഞാലും ഉപേക്ഷിക്കാൻ തയ്യാറല്ല. പക്ഷേ അത് മനസ്സിലാക്കിക്കൊണ്ട് അവളെ ധ്യാനത്തിന് നിർബന്ധിച്ചു കൊണ്ടുവന്ന് ധ്യാനത്തിനിരുത്തി. ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ അവസാനത്തെ 3-ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോഴേക്കും ആ പെങ്കുച്ചനെ പറഞ്ഞു, അച്ഛാ എനിക്ക് തെറ്റിപ്പോയി, എനിക്കാ തെറ്റ് പറ്റിയത്. അതിനു മുമ്പ് മാതാപിതാക്കളായിരുന്നു തെറ്റുകാരെ. എൻ്റെ മാതാപിതാക്കളുടെ മുമ്പിലായിരുന്നു അവൾ തെറി പറഞ്ഞുകൊണ്ടിരുന്നത്, ബഹളം വെച്ചുകൊണ്ടിരുന്നത്. അവൾ പറഞ്ഞു എനിക്കാ തെറ്റ് പറ്റി. എന്നിട്ട് അവൾ പറഞ്ഞു, അച്ഛാ ഞാൻ കംപ്ലീറ്റ് ഉപേക്ഷിച്ചു, ഇനി ഒരിക്കലും പോകില്ല. എന്താ സംഭവിച്ചത്? 2-3 ദിവസം വചനം കേട്ടപ്പോൾ അവളുടെ മനസ്സ് നവീകരിക്കപ്പെട്ടപ്പോൾ ഈ ബുദ്ധിയിൽ ഉള്ള അന്ധകാരം മാറി, ക്രിസ്തുവിൻ്റെ പ്രകാശം നിറഞ്ഞു.
ക്രിസ്തുവിന്റെ പ്രകാശം നിറഞ്ഞപ്പോൾ ബുദ്ധിയിൽ അന്ധകാരം കൂടെ മാറി. അന്ധകാരം മാറിയപ്പോൾ ഹൃദയത്തിന്റെ കാഠിന്യം അടിഞ്ഞു, ഹൃദയത്തിന്റെ കെട്ടഴിഞ്ഞു. ആ കാഠിന്യം മാറി. അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ച് വെക്കോളായിരുന്നു. അല്ല, നിങ്ങളെ കണ്ടല്ലോ, ചിലർക്ക് ഇങ്ങനെ പിടിച്ചാൽ വിടുക, ഇങ്ങനെ പിടിച്ചുകൊണ്ട് വെക്കോളൂ. എന്നാ പറഞ്ഞാലും ആ കാഠിന്യം അങ്ങോട്ട് മാറി. ഇപ്പോൾ എളിമപ്പെട്ടു, ശാന്തയായി, ഒക്കെ അവൾ ഉപേക്ഷിക്കാൻ തയ്യാറായി. ആരും നിർബന്ധിക്കണ്ട. പിന്നെ ആരും നിർബന്ധിച്ചില്ല, അവൾ തന്നെ എടുത്ത തീരുമാനം. അല്ലാതെ കിടന്ന് എല്ലാം പറഞ്ഞിട്ട് അവൾ ഉപേക്ഷിക്കില്ല, നിർത്തില്ലെന്ന് പറഞ്ഞ കേസ്. മനസ്സ് നവീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ബുദ്ധിയിൽ കയറി അന്ധകാരത്തിൻ്റെ കെട്ടടിഞ്ഞു. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ പ്രകാശം കിട്ടി, അല്ലേ? 2 കൊരിന്തോസ് 4:4 പറയുന്ന പോലെ ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്താ പ്രശ്നം? എന്നാ വായിക്കി 2 കൊരിന്തോസ് 4:4. ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് കാണാൻ പറ്റുന്നില്ല. ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സുവിശേഷത്തിൻ്റെ ഈ പ്രകാശം ഉണ്ടല്ലോ, അവർക്ക് കാണാൻ പറ്റുന്നില്ല. ഈ ലോകത്തിൻ്റെ ദേവൻ അവരെ അന്ധമാക്കി കളഞ്ഞു, ഒന്നും കാണാൻ പറ്റുന്നില്ല. ക്രിസ്തുവിൻ്റെ പ്രകാശം കിട്ടാത്തവന് ക്രിസ്തുവിൻ്റെ സൗഖ്യം കിട്ടില്ല. ക്രിസ്തുവിൻ്റെ പ്രകാശം കിട്ടാത്തവന് ക്രിസ്തുവിൻ്റെ വിടുതൽ കിട്ടില്ല. ക്രിസ്തുവിൻ്റെ പ്രകാശം കിട്ടാത്തവന് ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കാൻ പറ്റുകയില്ല. അതിനെന്ത് ചെയ്യും? മനസ്സങ്ങോട്ട് അന്ധമാക്കി അടച്ച് കളഞ്ഞു. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായവരെ, അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരുടെ മനസ്സിനെ അന്ധകാരത്തിലാക്കി. ഒന്നും മനസ്സിലാവില്ല. അന്ധകാരത്തിൽ നടക്കുന്നവൻ എങ്ങോട്ടാണ് നടക്കുന്നതെന്ന് അവന് പോലും അറിയത്തില്ല. അവന് തീരുമാനങ്ങൾ എടുത്താൽ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയത്തില്ല. കണ്ടോ? അതുകൊണ്ട് മനസ്സ് നവീകരിക്കപ്പെടേണ്ടതുണ്ട്. വ്യർത്ഥ ചിന്തകളിൽ നിന്നും, ബുദ്ധിയിൽ പ്രവേശിച്ച് അന്ധകാരത്തിൽ നിന്നും, അടുത്ത വചനം ഭോഗാസക്തിയിൽ നിന്നും, മ്ലേച്ഛതയിൽ നിന്നും, ഇന്നലകളുടെ അശുദ്ധിയിൽ നിന്നും മനസ്സ് ചിലവരുടെ തലയ്ക്കകത്ത് വേറെ ഒരു ചിന്തയില്ല, പാപം ചെയ്യണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അശുദ്ധ കാര്യങ്ങൾ മാത്രമേ ചിലരുടെ തലയ്ക്കകത്തുള്ളൂ. ചിന്തകളിൽ വരുന്നത് വേറെ ഒന്നും വരുന്നില്ലെന്നാണ് പറയുന്നത്. എന്തൊരു ദുരവസ്ഥയാന്ന് നോക്കിയേ. ആ മനസ്സിൻ്റെ അവസ്ഥയാണത്. ആ മനസ്സ് നവീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ പഴയ മനുഷ്യനെ മാറ്റിയിട്ട് മനസ്സിൻ്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെട്ട് പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ ധരിക്കാൻ പറ്റും. അങ്ങനെ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഹല്ലേലൂയ.